ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ ചിന്തിക്കുന്നതും ഞാൻ എന്നെ മനസ്സിലാക്കുന്നതും ഞാൻ എന്നെ തെറ്റിദ്ധരിക്കുന്നതുമെല്ലാം എന്നിൽ നടക്കുന്ന നാടകങ്ങൾ മാത്രമാണ്. ഈ നാടകങ്ങളിലെ നായകൻ ഞാൻ തന്നെയാണ്. ഇത് നാടകമാണ് എന്ന് തിരിച്ചറിയുന്നതും ഈ ഞാൻ തന്നെയാണ്, ഈ നായകനായ ഞാൻ തന്നെയാണ്. എന്നാൽ അവസാനം യഥാർത്ഥ നായകനെ തേടി അലയുന്ന ഉപനായകനാണ് ഞാൻ എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അവധൂജിയുടെ ശൂന്യമായ വാക്കുകൾ എന്ന ഈ ചിന്താവിഷയത്തിലൂടെ നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ബാലരാമപുരം ആറാലമ്മൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ചിന്നക്കണ്ണ് സിദ്ധാശ്രമം നമ്മൾ സാധകർക്ക് എല്ലാവർക്കും അറിയാം. ഈ ആശ്രമത്തിലെ മഠാധിപതി ബ്രഹ്മഗുരു രവീന്ദ്ര സ്വാമികളുമായിട്ട് നമ്മൾ സാധകർക്ക് വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണുള്ളത്. നമ്മുടെ മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്ററുമായിട്ട് നിരന്തരം സമ്പർക്കം ചെയ്യുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ബ്രഹ്മഗുരു രവീന്ദ്ര സ്വാമികൾ. നമ്മൾ സാധകരുടെ ഓരോ ചോദ്യങ്ങൾക്കും സ്വാമികൾ ആ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ്, ഒരു സാധകൻ പ്രാപിക്കേണ്ട ലക്ഷ്യത്തെ ഊന്നിയാണ് ഓരോ മറുപടിയും തരുന്നത്. ശരിക്കും നമ്മൾ സാധകർ ഉള്ളിലേക്ക് നോക്കുന്ന സാധകർക്ക് തീർച്ചയായും അത് പ്രയോജനകരം തന്നെയാണ്. ഇന്ന് വീണ്ടും നമുക്ക് അദ്ദേഹത്തെ ലഭിച്ചിരിക്കുകയാണ്. അതിനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. അദ്ദേഹത്തെ നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം സ്വാമിജി, അങ്ങ് പ്രാക്ടീസ് ചെയ്യുന്നത് പ്രാണവിദ്യയാണ്. അതെ. പ്രാണവിദ്യ എന്താണെന്നൊന്ന് വിശദീകരിക്കാം. പ്രാണവിദ്യ എന്ന് പറഞ്ഞാൽ, പ്രാണനെന്ന് പറഞ്ഞാൽ ജീവൻ ഭൗതിക ശരീരത്തിലാണ് നിൽക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് പ്രാണവിദ്യയ്ക്ക് മുൻതൂക്കം കൊടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ, ലൗകികമായി ആശാഭാസങ്ങളിൽ ഇഹലോകത്ത് നിറഞ്ഞിരിക്കുന്ന പ്രാണനെ ഇവിടെ നിന്നും വേറൊരു മാർഗനിർദ്ദേശത്തിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ പ്രാണവിദ്യ പൂർണ്ണമാകുന്നുള്ളൂ. അതിനുവേണ്ടി പാരമ്പര്യമായിട്ട് അഗസ്ത്യരും 18 സിദ്ധരും ആണ് ആദിയിൽ വന്ന അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് അതിൻ്റെ പാരമ്പര്യമായിട്ട് ആ വഴികളെ കൊടുത്തു വന്നു. പ്രാണൻ, ജീവൻ, പ്രാണനെന്ന് പറയുന്നത് യഥാർത്ഥം എന്തോന്ന്, ജീവൻ എന്ന് പറയുന്നത് എന്തോന്ന്, ഇത് തരം തിരിച്ചറിയണം. അപ്പം പ്രാണവായു എന്നല്ലേ പറയുന്നത്. ഒന്ന് പ്രാണവായു എന്ന്, ഒരാൾ പറയും ജീവനെന്ന്. ജീവൻ എന്ന് പറയുന്നത് എന്താണ്? ജീവൻ, പ്രാണൻ, ഉയിരെന്ന് പറയുന്നത് എന്തോന്നാണ്? ഇത് മൂന്ന് വിഷയങ്ങളാണ്. മൂന്ന് മണ്ഡലങ്ങളുമാണ്. ഇടകല, പിങ്ങല, ചുഴുവിനെയാണ് ഈ മൂന്നിനെ കൽപ്പിക്കുന്നത്. പ്രാണൻ, ജീവൻ, ഉയിര്. ഇങ്ങനെ വന്നില്ല. ഇത് വരുന്നതാണ് പ്രാണൻ, ജീവൻ, ഉയിര്. ഉയിരെന്ന് പറയുന്നത് അമ്മ തന്നത്, അമ്മയിൽ നിന്ന്. പ്രാണൻ എന്ന് പറയുന്നത് അച്ഛനിൽ നിന്ന്. അതാണ് ശിവകലയും ശക്തികലയും എന്ന് പറയുന്നത്. ഇത് തരംതിരിച്ചാണ് മഹർഷീശ്വരന്മാരും കണ്ടിരിക്കുന്നത്. ഇനി എന്താണ് യഥാർത്ഥ ജീവൻ? അത് അഗ്നി, അതാണ് കുണ്ടലിനി. ഇതിനെ തരംതിരിച്ചറിയാൻ വേണ്ടിയാണ് മഹർഷീശ്വരന്മാർ ഈ 3 വിഷയങ്ങളിൽ ഇത് എടുത്താരും പറയാറില്ല. അപ്പോൾ അമ്മയിൽ നിന്ന് ഉയിര് കിട്ടി, അച്ഛനിൽ നിന്ന് പ്രാണൻ കിട്ടി, ദൈവത്തിൽ നിന്ന് ജീവൻ കിട്ടി. ഇത് ശരിക്കറിയണം. ഒരു യോഗം ചെയ്യുന്ന ഒരു യോഗി, പ്രാണവിദ്യ ചെയ്യുന്ന ഒരു യോഗി പ്രാണവിദ്യയെക്കുറിച്ച് അറിയുമ്പോൾ ഇതറിയും. എന്നാൽ ഈ 3 കാര്യങ്ങളും പ്രാണനും എവിടെ നിൽക്കുന്നത്? ഇന്ന് ശരീരമാകുന്ന മായാശരീരത്തിൽ അകപ്പെട്ട് ലൗകികമായ രീതിയിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു 3. ഇതിൽ നിന്ന് പ്രാണനെ ഉത്തേജിപ്പിച്ച് വേറൊരു വീട്ടിൽ താമസമാക്കി ആ വീടിനെ തുറന്ന് അവിടെ സ്ഥിര താമസമാകുന്നവരാണ് സിദ്ധന്മാർ. അതുകൊണ്ട് നമുക്ക് തന്നുക്കുള്ളിൽ ഇരിക്കാൻ ഇടമില്ല. എന്തുകൊണ്ട് മരണം സംഭവിക്കുന്നു? ഉയിരിനും പ്രാണനും ജീവനും
എന്തുകൊണ്ട് മരണം സംഭവിക്കുന്നു? യോഗം ചെയ്യുന്നവരും മരിക്കുന്നു, യോഗം ചെയ്യാത്തവരും മരിക്കുന്നു, ആശുപത്രിയിൽ പോകുന്നു. എന്നാൽ ഇവിടെ പ്രാണനും ജീവനും ഉയരും എന്ന് പറയണം. മൂന്ന് ശരീരങ്ങളാണ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം, സ്ഥൂലം, കാരണം. ഇവിടെ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എല്ലാവരും പറയുന്നു. പക്ഷേ പ്രാണൻ എന്താണ്? ഉയരെന്താണ്? ജീവൻ എന്താണ്? ജീവൻ കുണ്ടലിനി. ലൗകികമായി നമ്മൾ മനസ്സ് വയ്ക്കുമ്പോൾ കുണ്ടലിനി അനങ്ങാതെ ഒരു കുഞ്ഞ് ജനിക്കില്ല. അപ്പം കുണ്ടലിനി എവിടെ ഇരിക്കുന്നു? ലൗകികമായ ചിന്തയെ തന്നെ ഇരിക്കുന്നു. ഈ കുണ്ടലിനിക്ക് ലൗകികത്തിൽ നിന്ന് മോചനം കൊടുക്കുകയാണ് മോക്ഷത്തിൻ്റെ കാരണം. അതിലാണ് ശരീരം മൊത്തം എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു? അഷ്ടരാഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അഷ്ടരാഗങ്ങളെ കൊണ്ട് 8 രാഗങ്ങൾ, അഷ്ടരാഗങ്ങളെ കൊണ്ടുള്ള മനസ്സെന്ന ഒരു കുതിരയ്ക്കകത്ത് കെട്ടിയിരുത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് പിടിവിട്ട് പോകാൻ പറ്റാതെ അത് ജനന മരണ പിണിക്കകത്ത് അകപ്പെട്ടു പോയി. ഇതിൽ നിന്ന് മോക്ഷം കൊടുക്കാനാണ് പ്രാണവിദ്യ വരുന്നത്. അപ്പം ഉയിരിന് മോക്ഷം കൊടുക്കണം, പ്രാണന് മോക്ഷം കൊടുക്കണം, ജീവനും മോക്ഷം കൊടുക്കണം. ഇത് ഒരു സാധകൻ്റെ ധർമ്മമാണ്. ഇതിൽ മൂന്നിലുമാണ് ജനന മരണ പിണി അടങ്ങിയിരിക്കുന്നത്. ഈ മൂന്നിലിരിക്കുന്ന ജനന മരണ പിണിയെ ജയിച്ചു പോകുന്നവനാണ് മോക്ഷം പ്രാപിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഋഷിമാരിങ്ങനെ പറയുന്നു. ഋഷിമാർ മാത്രമേ, സിദ്ധന്മാർ മാത്രമേ ഈ തുറന്നു, ശരീരജ്ഞാനമാണ് ഏറ്റവും വലിയ തന്നറിവെന്ന് അവർ മാത്രമാണ് തുറന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ വന്ന് ഗ്രന്ഥങ്ങൾ പകർത്തിയവരെല്ലാം പകർത്തി വന്നപ്പോൾ ഇവിടെ പ്രാണനുമില്ല, ഉയിരുമില്ല, ജീവനുമില്ല. അവ എഴുതിയവരെല്ലാം ഏട്ടിനെയും കെടുത്തി, പാടിയവരെല്ലാം പാട്ടിനെയും കെടുത്തി. ഏട്ടുക്ക ചൊരക്കയും ആവില്ല. ഏട്ടിലെ അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും ഒരു ഏട് കൊണ്ട് വെച്ച് പഠിച്ചാൽ ഏട്ടുക്ക ചൊരക്കാവില്ല. ഏട്ടിലെ അക്ഷരം തന്നെ അത് ചൊരക്കയാവണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഏട്ടിലെ പശു പുല്ലും തിന്നില്ല. അത് പഠിച്ചിട്ട് നിന്ന് പശുവിന് പുല്ലിടാൻ നോക്കിയാൽ അത് പുല്ലും തിന്നില്ല. അതാണ് ഏട്ടുക്ക ചൊരക്കയാവില്ല, ഏട്ടിലെ പശു പുല്ലും തിന്നില്ല എന്ന് പറയുന്നത്. അപ്പം ജീവൻ അതാണ്. ഉയിര്, പ്രാണൻ, ജീവൻ മൂന്നും ഞാൻ ഇതിനു മുമ്പേ അതിനെക്കുറിച്ച് സൂക്ഷ്മം, സ്ഥൂലം, കാരണം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഇന്ന് ഞാൻ പൊളിക്കുകയാണ്. അത് ഒന്ന് ജീവൻ തന്നത് ദൈവം, ഉയിര് തന്നത് അമ്മ, പ്രാണവായു തന്നത് അച്ഛൻ. അത് എടകല, പിങ്ങല, സുഷുമന. ഇത് മൂന്നും കറക്റ്റ് ചെയ്ത് ഒരു സാധകൻ അറിയണം. പ്രാണവിദ്യയ്ക്ക് അറിഞ്ഞില്ല എങ്കിൽ മനസ്സ് കടന്ന് വെമ്പലരിക്കും. എങ്കിൽ മാത്രമേ ഈ ശരീരത്തിന് നമുക്ക് മോചനം കൊടുക്കാൻ പറ്റൂ. ഈ മോചനമാണ് മോക്ഷത്തിൻ്റെ വഴിയിലേക്ക് പോകുന്ന പ്രാണവിദ്യ കൊണ്ട് നടക്കുന്ന കാരണങ്ങൾ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് മൂന്നും പുറത്തിരിക്കുന്നു, ഒന്ന് ഉള്ളിലിരിക്കുന്നു, ഒന്ന് മധ്യത്തിലിരിക്കുന്നു. കണ്ട, ഒന്ന് മധ്യത്തിലിരിക്കുന്നു, ഒന്ന് ഉള്ളിലിരിക്കുന്നു, അഹം ബ്രഹ്മസ്മിയായിട്ടിരിക്കുന്നു. രണ്ടെണ്ണം ഞാനും നീയൊന്നും, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനും നീയൊന്നും, ഞാനെന്ന് പറഞ്ഞ ഞാനും നീയുമായിട്ടിരുന്നു ഇവിടെ ജനന മരണ പിണിക്ക് വേണ്ടി, മരണത്തിന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സും ശരീരവും കർമ്മവും കൂടി ഇങ്ങനെ മല്ലിട്ടുകൊണ്ടിരിക്കുന്നു. ആ മല്ലിടത്തിൽ നിന്ന് ഇവിടുന്ന് എടുത്തു ചാടി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു സൽഗുരു തന്നെ വേണം. എന്താണ് പ്രാണൻ, എന്താണ് ജീവൻ, എന്താണ് മനസ്സ്, ഇതൊക്കെ തരംതിരിച്ച് ഒരു സാധകനെ അഭ്യസിച്ചെടുക്കാൻ, ഒരു കുട്ടിയെ വളർത്തിയെടുക്കും പോലെ, ഒരു പ്രാണായാമം ചെയ്ത് അഭ്യാസത്തിൽ വരുന്ന ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നത് പോലെ ഒരു ശിഷ്യനെ വളർത്തിയെടുത്തൊരു ഗുരു ലോകത്തേക്ക് ഇറക്കി വിടണമെങ്കിൽ ഒരു പരമഗുരു തന്നെ വേണം. ആ പരമഗുരുവ് മാത്രമേ അഭ്യാസത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ ഈ ഞാൻ പറയുന്ന വിഷയം, ഇന്ന് ഞാൻ പുറത്ത് പറയുന്ന വിഷയം, പ്രാണൻ, പ്രാണവായു, വലകല, ജീവൻ, അമ്മ എടകല, അത് ശക്തികല, അത് ഒന്ന് രക്തമായിട്ട് നിൽക്കുന്നു. അമ്മയിൽ നിന്നാണ് രക്തം കിട്ടിയത്, കണ്ട. അച്ഛനിൽ നിന്നാണ് പ്രാണൻ കിട്ടിയത്, അടച്ചത്. ഈ രണ്ടുപേരും കൂടി ഞാനും നീ എന്ന് പറഞ്ഞ അദ്വൈതം, ആ അദ്വൈതം കൂടി, രണ്ട് അദ്വൈതവും കൂടി, ഞാൻ ഇതിൻ്റെ ബാക്കി പിന്നെ പൊളിക്കും. ഈ രണ്ട് അദ്വൈതവും കൂടി തീരുമാനിച്ചതാണ് ശക്തി ശിവനും കൂടി മോഹവികാരത്തിൽ അമ്മയും അച്ഛനും കൂടി പിന്നെ ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി കാരണമുണ്ടാവാൻ അവർക്കുണ്ടായ മോഹത്തിൻ്റെ കാരണത്തിലാണ് ഇവർ രണ്ടുപേരും കൂടി ശരീരം കൊണ്ട് ഇളക്കി മറിച്ച് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോയി രണ്ടുപേരും കൂടി ശക്തിയും ശിവനും കൂടി ശരീരത്തിലിരുന്ന ഇടകലയും പിങ്ങലയും പ്രാണനും ഉയിരും കൂടി ശ്രമിച്ചപ്പോഴാണ് ആ രണ്ട് വാസലുകൾ തുറന്നു കൊടുത്തപ്പോഴാണ് കുണ്ടലിനി എന്ന വാസൽ തുറന്ന് ഒരു കുഞ്ഞ്
ഇനി വേണ്ടി അമ്മയുടെ പാത്രത്തിൽ കൊണ്ട് ഒരു വിത്തിട്ട് കൊടുത്ത് അമ്മ ഭൂമിയായിട്ട് കിടന്നു. ആ ഭൂമിയിൽ നിന്ന് അമ്മയും കുഞ്ഞുമായിട്ട് ബന്ധമുള്ളതാണ് കൊപ്പിൽക്കൂടി. അച്ഛൻ ജോലി കഴിഞ്ഞ് അങ്ങ് മാറി. അച്ഛന് താക്കോലെടുത്ത് തുറക്കുന്നു, കുഞ്ഞിനെ ജനിപ്പിക്കുന്നു, പോകുന്നു. പിന്നെ ഇതിനെ പരിപാലിക്കുന്നത് അമ്മയാണ്. 10 മാസവും അമ്മ പരിപാലിക്കുന്നു. അമ്മയിൽ കൂടി ആരൊക്കെ വരുന്നു? വീണ്ടും അമ്മയിലിരിക്കുന്ന, അതാണ് ഇത് പൊളിച്ചു പറയുന്നത്, അമ്മയിലിരിക്കുന്ന പ്രാണനും ഉയിരും കുണ്ടലിനിയും കൂടി വീണ്ടും അമ്മയിലിരുന്ന ലൗകിക ശരീരമാകുന്ന ശരീരത്തിരുന്ന കുണ്ടലിനിയും കൂടി വിചാരിച്ച് അതിനകത്തിരുന്ന് കുഞ്ഞിനെ 9 മാസവും 9 ദിവസവും അല്ലെ 10 മാസവും ശരീരശാസ്ത്രം അനുസരിച്ച് കുഞ്ഞിനെ ജനിപ്പിക്കാൻ അവരിലിരുന്ന അമ്മയിലിരുന്ന വെള്ളം, തീ, കാറ്റ്, വായു, ആകാശം, പഞ്ചഭൂതങ്ങൾ 5 പേരും കൂടി തീരുമാനിച്ച് കുഞ്ഞ് വളരുന്നു. അമ്മയിലിരിക്കുന്ന ആ കുഞ്ഞ് വളരുമ്പോഴാണ് ഒരു കുഞ്ഞ് ഉൽപ്പത്തിക്ക് കാരണമാകുന്നത്. എല്ലാം എളുപ്പത്തിൽ 4 പോയിന്റ് ഉൽപ്പത്തി മാത്രം എടുത്താലും ഒരു ദിവസം തീരില്ല. അങ്ങനെ ആ പോയിന്റുകളിൽ കൂടിയാണ് ഇനി വരുന്നത്. വീണ്ടും ഭൗതികത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് ഒരു സാധകൻ തിരിച്ചറിയേണ്ടത്, പ്രാണവിദ്യ എങ്ങനെയായിരിക്കണമെന്ന്. ഈ ലൗകിക ശരീരമാകുന്ന ശരീരത്തെ ജയിക്കാനാണ് പിന്നെ തപസ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് തപസ്സാണ് ആവശ്യം. ആ തപസ് ചെയ്യണമെങ്കിൽ വീണ്ടും ഈ ശരീരത്തിനെ മാറ്റി പിറന്ന് വീണ്ടും നമ്മളിലിരിക്കാൻ ഒരിടം കണ്ടെത്തണം. എന്തുകൊണ്ട് നമ്മൾ മരിക്കുന്നു? കാരണം ഈ പ്രാണന് എപ്പോഴും കൂടുവിട്ട് പോവാം. 9 നവദ്വാരങ്ങളും തുറന്നു കിടക്കണം. കണ്ണ്, മൂക്ക്, ചെവി, വാ, മലദ്വാരം, മൂത്രദ്വാരം, അങ്ങനെ 9 ദ്വാരങ്ങളും കൂടി പ്രാണനും ഈ ഉയിരും ജീവനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ 9ഉം 1ഉം 10 ദശവായുക്കൾ കൂടിയാകുമ്പം 10. ഇതിനെയാണ് 10 എന്ന് പറയുന്നത്. അതാണ് നാരദൻ്റെ രാവണൻ്റെ 10 തലയെന്ന് പറഞ്ഞത്. ഈ 10 തലയെ നിഗ്രഹിക്കുന്നതാണ് ഒരാളിൻ്റെ തപസ്. ഇത് 9ഉം കൂടി 1ൽ കൊണ്ട് ആദിയിൽ എത്തിച്ചേരുമ്പോഴാണ് അവന് പ്രാണവിദ്യയുടെ മോചനം കിട്ടുന്നത്. അതിന് ശക്തമായ ഒരു ഗുരു വേണം എന്ന് പറയുന്നതും സത്യമാണ്. അപ്പോൾ നമുക്ക് എന്താണ്, എങ്ങനെയാണ് എന്ന് പ്രാണവിദ്യയെക്കുറിച്ച് അടുത്ത ചോദ്യത്തിൽ പറയും. സ്വാമിജി, പ്രാണവിദ്യയിൽ ധ്യാനത്തെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? ധ്യാനം പരമാനന്ദമാണ്. ഒരു വ്യക്തി ധ്യാനത്തിൽ പരമാനന്ദത്തിൽ എത്തിച്ചേർന്നാലേ ധ്യാനം പൂർണ്ണമെന്ന് പറയാൻ പറ്റൂ. എത്തിച്ചേർന്നില്ല എങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശരീര സുഖത്തിന് വേണ്ടി അല്പനേരം ധ്യാനം കഴിഞ്ഞു പോകുന്നു. ഇവിടെ ധ്യാനം പരമാനന്ദമാണ്. ധ്യാനം പരമാനന്ദത്തിലാകണമെങ്കിൽ നേരത്തെ പറഞ്ഞ ശരീരവും മനസ്സും കർമ്മവും ശുദ്ധമാക്കണം. ഈ ശുദ്ധം ആക്കണമെന്ന് പറയാൻ കാരണം ലൗകിക ശരീരത്തിൽ ആശാഭാസ മോഹത്തോടു കൂടിയാണ് ശരീരം ജനിച്ചിരിക്കുന്നത്. അതിനെ ശുദ്ധി ചെയ്ത് കർമ്മത്തിൽ ഈ പ്രാണവായു കൊണ്ടും പിന്നെ ജീവനും ഉയിരും കൊണ്ട് 3 അഭ്യാസങ്ങൾ കൊണ്ടാണ് ധ്യാനമാർഗത്തിൽ അതിനെ ശുദ്ധീകരിച്ചാൽ മാത്രമേ ബ്രഹ്മയന്ത്രം തുറക്കൂ. ആ ബ്രഹ്മയന്ത്രത്തിൽ തുറന്ന് കിട്ടണമെങ്കിൽ ശരീരവും മനസ്സും കർമ്മമണ്ഡലവും തുറന്ന് അവിടെ ശുദ്ധിയാകണമെങ്കിൽ ഈ ഉയിരും പ്രാണനും ജീവനും ഒന്നാകണം. അപ്പോഴേ നീയും ഞാനും എന്ന 2 തത്വങ്ങൾ, ആ തത്വമസി ഒന്നാക്കാനാണ് ധ്യാനം വന്നത്. അങ്ങനെയാണ് ധ്യാനം പരമാനന്ദം. പരത്തിലെത്തിയാലേ ആനന്ദമാവും. പരത്തിലെത്തിയില്ലെങ്കിൽ ആനന്ദമാവും. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഇത്തിരി ലൗകിക സുഖമെല്ലാം കഴിഞ്ഞു, അല്പം കഴിഞ്ഞു വന്ന് ജോലിയെല്ലാം കഴിഞ്ഞു വന്ന് ഇത്തിരി ബോഡി റിലാക്സ് ചെയ്യാൻ വേണ്ടി ആളുകൾ ധ്യാനം ചെയ്യാറുണ്ട്. ആ ധ്യാനമാണ് ഇന്ന് ആളുകളെല്ലാം കണ്ടിരിക്കുന്നത്. ഇവിടെ ധ്യാനം പരമാനന്ദമാണ്. പരമെന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ലോകമെല്ലാം ചലിച്ചു കൊണ്ടിരിക്കുന്ന ചക്രം, കുണ്ടലിനി ശക്തി. ആ കുണ്ടലിനി ശക്തി ഇന്ന് എവിടെ അകപ്പെട്ടിരിക്കുന്നു? ലൗകികമായ ശരീരത്തിൽ പെട്ടിരിക്കുന്നു. ഈ സകല വേദങ്ങളും കൈകാര്യം ചെയ്യുന്നവരെല്ലാം കുഞ്ഞുങ്ങളെയും മക്കളെയും എല്ലാം ജനിപ്പിച്ചിട്ട് വന്ന് തന്നെ വേദങ്ങൾ കൈകാര്യം. അപ്പോൾ എല്ലാവരും ലൗകികമായി ജീവിച്ചിട്ടാണ് വന്ന് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർക്കിത് തീർത്തു പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഉയിരും പ്രാണനും ജീവനും ഒന്നാകണം. എന്തോന്നുകൊണ്ട്? മനസ്സും ശരീരവും കർമ്മമാണ്
ഈ മൂന്നും. മനസ്സും ശരീരവും ജീവനുമാണ് ഈ മൂന്നും. ഈ മൂന്നും ഒന്നാകുമെങ്കിലേ പരമാനന്ദമാവും. അല്ലെങ്കിൽ ഇത്തിരി നെറ്റി ധ്യാനമൊക്കെ ചെയ്ത് കണ്ണടച്ച് നെറ്റിയിലൊക്കെ ഇരുന്ന് ചുമ്മാ ഇരിക്കുന്നവർക്ക് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ ചെയ്യുന്നവർ ഇന്ന് ലോകത്ത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ആളുകൾ ഇറങ്ങിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആരെയും വിമർശിക്കുന്നത്, ഞാൻ അറിവിന് വേണ്ടി പറയുന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി പറയാണ് സമൂഹത്തിലേക്ക്. അല്ലാതെ ഞാൻ ആരെയും വിമർശിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല. അറിയാമെന്നുള്ളത് ചെയ്യട്ടെ, അതുകൊണ്ട്. പക്ഷേ ഇവിടെ ധ്യാനം പരമാനന്ദമാണ്. ധ്യാനത്താൽ ശരീരവും മനസ്സും കർമ്മവും ശുദ്ധിയാവണം. ഇവിടെ ശരീരം നിൽക്കുന്നത് ഏതിൽ? ഉയിരിൽ. ഇനി അടുത്ത് നേരത്തെ പറഞ്ഞാൽ ഞാൻ പൊളിക്കാൻ പോകണം. ശരീരം നിൽക്കുന്നത് ഉയിരിലാണ്. അമ്മയെന്ന ശക്തി എന്ന ഉയിരാണ് സ്ഥൂലം. ആ സ്ഥൂലമാണ് രക്തം. അപ്പം രക്തത്തിൽ നിന്നാണ് മോഹങ്ങളും കാമങ്ങളും എല്ലാം ഇളകുന്നത്. അപ്പം ഇത് ഉയിരിനകത്ത്. അപ്പം ഈ ഉയിരിനെ എന്ത് ചെയ്യാൻ? നമ്മൾ ആവശ്യമില്ലാത്ത ആഹാരങ്ങൾ കഴിച്ച് ഉയിരിനെ ആക്രമിക്കുന്നു. അപ്പം യോഗിക്ക് പരത്തിലെത്താൻ കഴിയുന്നില്ല. അപ്പം യോഗി പാലിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞത്, ബോഡി റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ആളുകളെല്ലാം ധ്യാനം കണ്ടിരിക്കുന്നത്. യോഗാസനവും ധ്യാനവും. യോഗാസനം കൊണ്ട് മാത്രം ഒരാളിനെ മോക്ഷം കിട്ടൂല. കാരണം ലൗകികമായ ശരീരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ബ്ലോക്കാവുന്ന രക്തത്തെയും മാംസത്തെയും ഈ പ്രാണവായുവിനെയെല്ലാം ഒന്ന് ശുദ്ധീകരിക്കാനും അഗ്നിയും മാംസത്തിനെയെല്ലാം പഞ്ചഭൂതങ്ങളിൽ വരുന്ന ദുഷിപ്പിനെ ദുഷീകരിക്കാനുമാണ് യോഗാസനം എന്നത്. യോഗാസനം ശരീരത്തെ മാലിന്യങ്ങളെ അഴുക്കിനെ കളയും. പക്ഷേ അത് എങ്ങനെ വരും? കൂടുതൽ യോഗാസനങ്ങൾ ചെയ്ത് ശരീരത്തെ വലിച്ച് നെടുക്കി കാമക്രോധങ്ങൾ നാഡീ ഞരമ്പുകളെയും കൂടി ഇളക്കിയുള്ള യോഗാസനം അഷ്ടരാഗങ്ങളെ ഇളക്കരുത്. യോഗാസനം എന്ന് പറഞ്ഞാൽ യോഗം തന്നെ ആയിരിക്കണം ആസനം. യോഗം തന്നെ ആസനമായിരിക്കണം. യോഗാസനം കൂടുതൽ ഇളക്കി മറിക്കുമെങ്കിൽ കാമക്രോധമായ അഷ്ടരാഗങ്ങൾ ഇളകിക്കൊണ്ടിരിക്കും. യോഗാസനം വേദശരീരത്തിലേക്കാണോ കൊടുക്കുന്നതെന്ന് ഒരു സാധകൻ അറിഞ്ഞിരിക്കണം. യോഗം ആയിരിക്കണം ആസനം. അപ്പം യോഗാസനം ചെയ്യുമ്പോൾ 2 തട്ടുകളുണ്ട് ഇതിനകത്ത്. യോഗമായാൽ ലൗകിക ശരീരം വിട്ടുപോകുന്നത്. ലൗകിക ശരീരത്തിനകത്താണ് യോഗ ആവശ്യമുള്ളത്. അപ്പോൾ യോഗാസനവും യോഗയും കൂടിയുള്ള തരംതിരിവ് നമ്മൾ അറിയണം. അപ്പോൾ യോഗാസനം ചെയ്യുമ്പോൾ ഈ പ്രാണനെയും ഉയിരിനെയും ജീവനെയും യോഗാസനം ആക്രമിക്കരുത്. ലോകത്തിൻ്റെ എല്ലാ പടവുകളിലും ഇന്ന് യോഗാസനമുണ്ട്. അപ്പം ഈ യോഗാസനം കൊണ്ട് മാത്രം മോക്ഷമാവൂല. അപ്പം കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം അതിൽ വലിച്ചിറുക്കിയുള്ള പവർഫുള്ളായ ആരോഗ്യം വരും. പവർഫുൾ വരുമ്പോൾ എന്ത് ചെയ്യും? കാമക്രോധങ്ങൾ കൂടും, അഷ്ടരാഗങ്ങൾ കൂടും. അഷ്ടരാഗങ്ങൾ കൊണ്ട് യോഗാസനം കൂടുമ്പോൾ ശരീരത്തിൻ്റെ ബലഹീനത കൂടും. അപ്പോഴോ ശരീരവും മനസ്സും ജീവനും കർമ്മമണ്ഡലവും ഒന്നാവില്ല. യോഗാസനം. കാരണം ആ മണ്ഡലങ്ങളെ നമ്മൾ യോഗാസനം ചെയ്ത് വലിച്ച് ഇറുക്കി കെട്ടി കാലുകളെയെല്ലാം വലിച്ച് നെടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് യോഗമാകുമെന്നെങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും? ഒരു പണ്ഡിതൻ പറയട്ടെ. നമുക്കിവിടെ തെറ്റിനെ തിരുത്തുകയാണ് ആവശ്യം. അപ്പം യോഗമാണ് ആവശ്യം, ആസനമല്ല. ആസനം ലൗകിക ശരീരത്തിന്, യോഗം വേദശരീരത്തിന്. അപ്പോൾ ഇവിടെ വേദശരീരം ഏത്? ധ്യാനം പരമാനന്ദം. പരത്തിലെത്തണമെങ്കിൽ ഇവിടെ യോഗം ആവശ്യമാണ്. ഏത് തരത്തിലുള്ള മനസ്സും ശരീരവും കർമ്മവും ശുദ്ധമാകാനുള്ള യോഗം വരുമ്പോൾ ധ്യാനം പരമാനന്ദമാണ്. അത് ധ്യാനം ആണ്. ഇനി ധ്യാനം ആണ്. ആ ധ്യാനത്തിലാണ് എന്തൊക്കെ നിർവഹിക്കണമെന്നുണ്ട്. അവിടെ 3 മണ്ഡലങ്ങളുണ്ട് ശരീരത്തിൽ. 3 മണ്ഡലങ്ങൾ. ഒന്ന് അഗ്നിമണ്ഡലം, ഒന്ന് ചന്ദ്രമണ്ഡലം, ഒന്ന് സൂര്യമണ്ഡലം. ഒന്ന് അഗ്നിമണ്ഡലം നേരത്തെ പറഞ്ഞത് ജീവനിരിക്കുന്നു. ചന്ദ്രമണ്ഡലത്തിൽ നേരത്തെ പറഞ്ഞ അമ്മയിരിക്കുന്നു. പിന്നെ സൂര്യമണ്ഡലത്തിൽ അച്ഛനിരിക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. ആ അഗ്നിയെ മണ്ഡലത്തിൽ നിയന്ത്രിച്ചു കൊണ്ടാണോ ഇന്നത്തെ യോഗാസനങ്ങൾ? യോഗാസനം ചെയ്തപ്പോൾ എങ്ങനെ മോക്ഷം കിട്ടും? അപ്പം പെട്ടെന്ന് യോഗമൊക്കെ ചെയ്തിട്ട് വന്നിരുന്നു നമ്മൾ ധ്യാനം ചെയ്യുന്നു. യോഗാസനമൊക്കെ ചെയ്തിട്ട് ഒന്ന് ധ്യാനം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അപ്പം ചെയ്ത പ്രാണവായുക്കളെ ഒന്ന് അടക്കി നേരത്തെ പറഞ്ഞാൽ ബോഡിയെ ഒന്ന് റിലാക്സ് ചെയ്ത് അഴിച്ചു പോകാവുന്നതേ ഉള്ളൂ.
അതാണ് അതിൻ്റെ ഉൾപ്പെടെ. സ്വാമിജി, വാസ്യയോഗത്തെ കുറിച്ചൊന്ന് പറയാം. അത് വാസ്യയോഗത്തെക്കുറിച്ച് പറയാം. വാസ്യയോഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന ഘടകമാണ്. പ്രധാന ഘടകമെന്ന് പറയാൻ സിദ്ധന്മാർ 18 പേരും നന്ദനാർ മുതൽ നന്ദനാർ നൂലുകളിലെല്ലാം സൂചിപ്പിക്കുന്ന ഒരു വാസി യോഗത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, വാസിയാലെ മൂലക്കനൽ വീശി വരുന്നു, വാസിയാലെ മൂലക്കനൽ വീശിയെ ചുഴണ്ടു വരും, മാസരക്കുണ്ടലിനിയെ വിട്ട് ആട്ടുമേ, അത് മേലോട്ടുമേ, അത് വഴി കാട്ടുമേ, ശീലക്കുരു ചിദംബരം മേലെ വെച്ച്. ആ വാസിയിനാൽ, വാസിയോഗത്തിൻ്റെ വാസിയിനാൽ കാലനറ്റുപോവാൻ എന്ത് സാധ്യം. അത് വാസിയോഗം ആണ് ഒരാൾ ചെയ്യുന്നുവെങ്കിൽ, വാസിയാലെ മൂലക്കനൽ, വാസി മൂലക്കനലായി കുണ്ടലിനിയിൽ നിന്നാണ് ഉൽപ്പത്തി. ആ ഉൽപ്പത്തിയെ തിരിച്ചറിഞ്ഞാണ് സിദ്ധറുകളെല്ലാം വാസിയോഗം ചെയ്യാൻ തുടങ്ങി. വാസിയാലെ മൂലക്കനൽ കുണ്ടലിനി നമ്മുടെ പുറകുവശത്ത്, ഇത്രയും നല്ല സ്ഥലങ്ങൾ ഇരുന്നിട്ടും കുണ്ടലിനി പുറകിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. മേലെ പരമമായിരുന്നിരിക്കുന്ന കുണ്ടലിനി. കാരണം നേരത്തെ ഞാൻ അതിനെ സൂചിപ്പിച്ചു, കുണ്ടലിനി ലൗകികമാകുന്ന ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളെ മനസ്സ് ലൗകികമായ ചിന്തകളും മറ്റ് ആശാപാശങ്ങളും മണ്ണാശ, പെണ്ണാശ, പൊന്നാശയിൽ എല്ലാം മുഴുകി ഈ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് കർമ്മത്താൽ തന്ന കുണ്ടലിനി മരിച്ചു കഴിഞ്ഞു. ആ കുണ്ടലിനിക്ക് മരണം കൊടുക്കാതെ മോക്ഷം കൊടുക്കാനുള്ള മാർഗനിർദ്ദേശമാണ് വാസ്യയോഗം. അവിടെയാണ് ചിരഞ്ജീവി പദം വരുന്നത്. ഒരാൾ മരണത്തിൽ നിന്ന് മോക്ഷത്തിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യും? ചിരഞ്ജീവിയാകും. ആ ബ്രഹ്മരന്ധ്രം തുറന്നേ പറ്റൂ. അത് വാസിയോഗം കൊണ്ടാണ് ചെയ്യാൻ. വാസിയോഗം കൊണ്ടാണ് അത് ചെയ്യാൻ. എങ്ങനെയാണെന്ന് പറയാം, മൂലക്കനലാൽ വീശി ഒരു ദിവസത്തിൽ 21,600 ശ്വാസം നമ്മൾ ശ്വസിക്കുന്നുണ്ട്. ആ 21,600 ശ്വാസം എല്ലാവർക്കും ഉണ്ടോ എന്ന് കേട്ടാൽ അത് പറയാനും ബുദ്ധിമുട്ടുണ്ട്. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജനിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കട്ടള, ആണ്ടവൻ്റെ കട്ടള അനുസരിച്ച് ദൈവം നിശ്ചയിച്ച സമയത്തിനാണ് ഒരാൾ വാശി പൂർണ്ണമായി അടഞ്ഞു കിട്ടി. അച്ഛനും അമ്മയുടെ മോഹത്താൽ ജനിച്ചൊരു കുട്ടി പൂർണ്ണമായി ഈ എടയും പിങ്ങലയും സുഷുമനെയും ഒന്നായി യോജിപ്പിച്ച് മുഴുവനായി ഒരു വാശി കുണ്ടലിൽ നിളവി വരുന്നെങ്കിൽ 10, 100, 120 വയസ്സ് വരെ ജീവിക്കാൻ മാർഗനിർദ്ദേശമുണ്ട്. അവൻ വണ്ടി ഇടിച്ചാലും ചതഞ്ഞാലും എഴുതിഞ്ഞ് പോരും. കാരണം അത് എഴുതി വരികയാണ്. പേര്, ഇൻപം, അഴക്, പിണി, മൂപ്പ്, ചാക്കാല. ഒരാളെൻ്റെ പ്രശസ്തിയായ പേര്, അഴക്, ശരീരത്തിൽ അഴക് എല്ലാവർക്കും ഇല്ല. കറുപ്പനും ജനിക്കാം, വെളുപ്പിക്കും കറുപ്പ് ജനിക്കാം. പേര്, ഇൻപം, അഴക്, പിണി എന്ന് പറഞ്ഞാൽ രോഗം. ജനിക്കുമ്പോൾ അത് പെട്ടെന്ന് മരണവും സംഭവിക്കാം. ചിലപ്പോൾ ഇവിടുത്തെ നമ്മളെ കർമ്മത്തെ ജയിക്കാനുള്ള എന്തെങ്കിലും വിദ്യകൾ ചെയ്യണമെങ്കിൽ ആയുസ് നീട്ടിയും കിട്ടും. അങ്ങനെയൊക്കെ ബ്രഹ്മവിദ്യക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നല്ലൊരു സൽഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് അതിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ പേരിൻപ, അഴക്, പിണി കുഞ്ഞ് അച്ഛനും അമ്മയിലുള്ള രോഗം കുഞ്ഞിൽ പകർന്നു അതിൽ വന്ന് കുഞ്ഞ് അനുഭവിക്കുന്നതും കർമ്മത്തിലൊരു ഭാഗം. പേരിൻപ, അഴക്, പിണി, ആയുസിൻ്റെ മൂപ്പ് എല്ലാവർക്കും ഇല്ല. ജനിക്കുമ്പോൾ മരിക്കാം, കുറച്ച് ദിവസം കഴിഞ്ഞ് മരിക്കാം. മൂപ്പ്, പേര്, ഇൻപം, അഴക്, പിണി, മൂപ്പ്, ചാക്കാല, മരണം. ഇവ 6 ആധാരങ്ങളിൽ അമിച്ചിരിക്കുന്നു. അതാണ് ശരീരത്തിൻ്റെ ആധാരമെന്ന് പറഞ്ഞാൽ രേഖ, പ്രമാണം. ഒരു വസ്തുവിന് നമ്മളെ വീട്ടിലെ ശരീരത്തിൻ്റെ പ്രമാണം എഴുതി കരം തീർത്ത് വയ്ക്കുന്നത് പോലെ ദൈവം നേരത്തെ ശരീരവും മനസ്സും കർമ്മവും കൊണ്ട് വിചാരിച്ച ഒരു കുഞ്ഞ് ജനിച്ചിട്ട് കുണ്ടലിനിൽ നിന്ന് മനസ്സിനെ ഇളക്കി ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് ആ പ്രമാണം അടക്കിയതാണ് 6 ആധാരം. 6 ആധാരങ്ങളെ രൂപപ്പെടുത്തി ആ 6 ആധാരത്തിനകത്താണ് ഈ പ്രമാണത്തിൻ്റെ രേഖകൾ എഴുതി വെച്ചിരുന്നത്. ആധാരമെന്നാൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം എന്ന് പറഞ്ഞാൽ വാസിയോഗം പറഞ്ഞ് തീർക്കണമെങ്കിൽ ഇത്രയും വേണം. ആ ആധാരമെന്നാൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാകൃതയം, വിശുദ്ധി, ആജ്ഞ. ഈ 6 ആധാരമാണ്. ആധാരമെന്നാണ് പേര്. ആധാരമെന്നാൽ രേഖ, പ്രമാണം. ഈ പ്രമാണത്തിനെയാണ് രേഖപ്പെടുത്തിയാണ് വാശി അടങ്ങിയിരിക്കുന്നത്. ആ വാശി ഇരിക്കുന്നതാണ് വാശി മൂലാധാരത്തിൽ സുഷുമ്നാ നാഡിയുമായിട്ട് യോജിച്ച് ശിരസിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ വാസിയോഗത്തെയാണ്
നമ്മൾ എന്ത് ചെയ്യണം? യോഗം ചെയ്യണം. ആ വാസിയുടെ പരമരഹസ്യം ഇരിക്കുന്നത് ഉള്ളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏത് കോവിൽ ക്ഷേത്രത്തിൽ ആശ്രമത്തിൽ തത്വമസി എഴുതിയിരിക്കും. തത്വമസി അതാ തത്വമാണ്. 96 തത്വവും തത്വമസി എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആ തത്വമസി ജയിച്ചു പോകണമെങ്കിൽ അകം ബ്രഹ്മാസ്മിയായിരിക്കുന്ന ജീവനെ അറിയണം. ആ ജീവനാണ് വാസി. വാസിയാലെ മൂലക്കനൽ വീശി ചുഴണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുണ്ടലിനിന്ന് ചുഴൻ്റെ വാസിയാലെ മൂലക്കനൽ ചുഴൻ്റെ മാസര കുണ്ടലിനിയെ വിട്ട് ആട്ടുമേ, അത് മേലോട്ടുമേ, ആണ്ട അത് വഴി കാട്ടുമേ. ജോലി ചെയ്താൽ വഴി കാട്ടും, വഴി അറിഞ്ഞാൽ അത് വഴി കാട്ടി തരുമെന്ന് ആവാസി. വഴി കാട്ടുമേ, മേലോട്ടുമേ, വഴി കാട്ടുമേ. ശീലക്കുരു ചിദംബരം. ശീലക്കുരു ചിദംബരം എന്ന് പറഞ്ഞാൽ ശിരസ്, ആകാശ പീഠം. ആ ശിരസ് ചെന്ന് തുറന്ന് ബ്രഹ്മയന്ത്രം തുറന്ന് സാധകത്തിൽ കൂടി തുറന്ന് വാസിയാലെ മൂലക്കനൽ വീശി ചുഴണ്ടുവരും മാസരക്കുണ്ടലിനെ വിട്ട് ആട്ടുമേ, അത് മേലോട്ടുമേ, അത് വഴി കാട്ടി, അത് കഴികാട്ടി അവിടെ ചെന്ന് അത് തുറക്കുമെങ്കിൽ ഈ ശരീരം രണ്ടാം പിറവിയെടുക്കും. സിദ്ധന് ഇതിനകത്ത് വെച്ച് എന്നെ ശരീരത്തിനെ മാറ്റി പിറക്കാനുള്ള മരുന്ന് അവിടെ നിന്ന് കിട്ടും. അതാണ് മൃതസഞ്ജീവിനി മരുന്ന്. ഈ ശരീരം മാറ്റിക്കൊടുക്കണം. ലൗകിക ശരീരമായിരിക്കുന്ന യോഗ ശരീരം മാറ്റിക്കൊടുത്താലേ ആ ശരീരത്തിന് ജന്മം എടുക്കും. അതുകൊണ്ട് തന്നുക്കുൾ താനിരിക്കാൻ ഒരു ഇടം വേണം. വാസിയോഗത്തിൽ ഉണ്ടാക്കുകയാണ്. തന്നുക്കുൾ താനിരിക്കാൻ ഇടവും വേണം. ഈ സാത്തിരത്തിൻ തത്വത്തിൻ മുറ അറിയ വേണം. സാത്തിരത്തിൻ തത്വത്തിൻ മുറ അറിയ വേണം. അറിഞ്ഞില്ലെങ്കിൽ ഈ വേദങ്ങളെല്ലാം പഠിപ്പിച്ച് തർക്കമാണ് ഇവിടെ. ഞാനാണ് വലിയവൻ, നീയാണ് വലുതിയവനെന്ന് പറഞ്ഞ് നമ്മൾ ചുരുണ്ടങ്ങ് മരിച്ചു പോകുമെന്ന്. തന്നുക്കുൾ താനിരിക്കാൻ ഇടവും വേണം. സാത്തിരത്തിൻ തത്വത്തിൻ മുറ അറിയ വേണം. അറിഞ്ഞുകൂടാത്ത ഇടുമ്പന്മാരെല്ലാം വായി മതത്താൽ സൂക്ഷിപ്പാരെ തർക്കിച്ചുകൊണ്ട് നടക്കുമെന്ന്. അതല്ല ഇതല്ല അതല്ലാണ് കാര്യം. കാരണത്തെ അറിഞ്ഞവർക്ക് കൊഞ്ചം അവരൊന്നും പറയില്ല. അപ്പം കാരണത്തെ മനസ്സിലാക്കണം. അവതാണ് കാരണദൈവം. അവിടെയാണ് കാരണദൈവം വരുന്നത്. ആരാണ് കാരണദൈവം? അത് സൃഷ്ടിയാണ്. അവിടെ ജീവനാണ്. അവിടെ വാസിയോഗം കൊണ്ടേ അത് പൂർണ്ണമാക്കൂ. അത് അകം ബ്രഹ്മാസ്മിയാണ്. അകമാണ്. അത് ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവാണ്. അത് നമുക്ക് അങ്ങോട്ട് പോകാതെ തുറക്കാം അതെന്താണെന്ന്. അപ്പോൾ അങ്ങനെ വാസിയോഗം ചെയ്ത് ബ്രഹ്മയന്ത്രം തുറന്ന് അവിടെ എത്തണം. അങ്ങനെ അത് എത്തണമെങ്കിൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 21,600 ശ്വാസം നമുക്ക് വായിലും മൂക്കിലും കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അത് എങ്ങനെ വരുന്നു? ഓം എന്ന അക്ഷരത്തിൽ കൂടി, ആ അജബ എന്ന ഓം എന്ന അക്ഷരത്തിൽ കൂടി മൂലാധാരത്തിൽ നിന്ന് ഉദിച്ച് അത് നാഭിയിൽ വന്ന് നാഭിചക്രത്തിൽ വന്ന് മുട്ടി അത് അവിടെ നിന്ന് ഇടകല പിങ്ങലകളിലെ മേലോട്ട് സഞ്ചരിച്ച് ഇടകല പിങ്ങലകളിലേക്ക് രാവിലെ ഉദയം കൊണ്ട് ഉദിച്ചു മേലോട്ടുദിച്ച് ഒരു ദിവസത്തിൽ 21,600 ശ്വാസമായി പുറപ്പെട്ട് വന്ന് മേലും കീഴുമായിട്ട് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് യഥാർത്ഥ തത്വമസി. ആ തത്വമസിയെ ഒന്നാക്കണം. ആ തത്വമസി എന്ന് പറയണത് എന്തെന്ന് പറഞ്ഞാൽ അത് അച്ഛനും അമ്മയുമാണ്, പ്രാണനും ഉயிருമാണ് തത്വമസി. ആളുകളും വേദങ്ങളും പറയുന്നതല്ല. ഈ പറയുന്ന വേദങ്ങളെല്ലാം ലൗകിക ജീവിതക്കാർക്ക് വേണ്ടി അന്ന് വേദം എഴുതിയ ബ്രഹ്മദൈവമാകുന്ന കുണ്ടലിനി ശക്തിയാകുന്ന ഋഷീശ്വരന്മാരിൽ കൂടി ചിരഞ്ജീവിയായവർ ലൗകിക ജീവിതത്തിന് എങ്ങനെയുള്ള വേദങ്ങൾ സൃഷ്ടിക്കണമെന്ന് വച്ചിട്ടുണ്ട്. അതിൽ നല്ലതും അഴുക്കയും തിരഞ്ഞു വെച്ചിട്ട് നല്ലതിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് അഴുക്കിനെ കളഞ്ഞിട്ട് നല്ലതിനെ ശുദ്ധീകരിച്ചെടുത്തതാണ് സിദ്ധന്മാർ. അതുകൊണ്ടാണ് സിദ്ധീകരിക്കുമ്പോഴേ ശുദ്ധിയാകുമ്പോഴേ അവർ സിദ്ധനാകുന്നുള്ളൂ. അങ്ങോട്ട് നമുക്ക് പോകുമ്പോൾ ചർച്ചകളിൽ കൂടി വരൂ. അങ്ങനെ വാസിയോഗം നമ്മൾ ചെയ്യാൻ പഠിക്കുക. വാസിയോഗം കുണ്ടലിനിയാണ്. വാസി കുണ്ടലിനിക്കകത്താണ് അടങ്ങിയിരിക്കുന്നത്. ആ കുണ്ടലിനി എന്ന് പറയുന്നതാണ് സുഷുമ്നാ നാഡിയിലാണ് അതിനകത്തുള്ള അടക്കങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ ഒരു ദിവസത്തെ രാവിലെ 5 മണിക്ക് ഉദയം കൊണ്ടാൽ രാത്രി 6 മണിക്ക് വന്ന് ക്ലോസ് ആവും. അവിടെ ചന്ദ്രൻ മറഞ്ഞു. അപ്പം 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രി. അപ്പം പകലും രാത്രിയും കൊണ്ടുള്ള തത്വമസി, അതാണ് തത്വമസി. ഇവിടെ ആൾക്കാർ പറഞ്ഞു. അതുകൊണ്ട് ഈ തത്വമസിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ യോഗാസനം ചെയ്താൽ എങ്ങനെ മോക്ഷം കിട്ടും? ഈ രണ്ടിനെയും നിശ്ചലപ്പെടുത്തുന്നതാണ് ധ്യാനം. അപ്പം യോഗാസനം കാമക്രോധങ്ങളെ വരുമ്പോൾ പ്രാണവായു ഇളവി മറിഞ്ഞുകൊണ്ടല്ലേ ഇരിക്കും. അപ്പോൾ ആസനവും യോഗവും
ധ്യാനവും തരം തിരിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരിക്കലും മോക്ഷമില്ല. അറിഞ്ഞിരിക്കണം. രവീന്ദ്രസ്വാമി പറയുന്നു, ചിന്നക്കണ്ണ സ്വാമിയുടെ അനുഗ്രഹത്താൽ അത്രയും തെളിവുണ്ട് എനിക്ക് ഈ വിഷയത്തിൽ. അതായത് നമ്മളിപ്പോൾ അച്ഛനും അമ്മയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഗുരുവും ശിഷ്യനുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അച്ഛൻ്റെ കൂടി ഒന്ന് കേൾക്കുന്ന കുട്ടി ഏതിൽ പഠിക്കുന്നു? 10ാം ക്ലാസ്സിൽ എന്നെങ്കിലും പറയും. അപ്പം നിങ്ങളോടെയും കേൾക്കുന്നു 10ാം ക്ലാസ്സിൽ. അപ്പം ഇതിനകത്ത് ഒരുപാട് ക്ലാസ്സുകളുണ്ട്. തന്നറിവ് താനായിട്ട് അറിയുന്നത്. അതിനുകൂടെ ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. ഗുരുവിന് മാത്രമേ ശിഷ്യൻ എവിടെ എത്തിയെന്ന് അറിയാൻ പറ്റൂ, ദൈവത്തിനും ഋഷിമാർക്കും. ഇതൊരു അറിവാണ്. അപ്പം ഞാൻ എവിടെ എത്തിയെന്ന്, ഞാനെന്ന വസ്തുവിനകത്ത് എവിടെ എത്തിയെന്ന് ഗുരുവും ശിഷ്യനുമാണ്, ദൈവവും കൂടിയാണ് അവന് സർട്ടിഫിക്കറ്റ്, ആ മാനദണ്ഡം ക്ലിയർ ചെയ്യുന്നത്. ബ്രഹ്മയന്ത്രം തുറക്കുന്നതിനനുസരിച്ചാണ് സർട്ടിഫിക്കറ്റ്. ലോകത്തിൽ ആർക്കും, ഒരു വ്യക്തികൾക്കും ഇവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. ഉണ്ടോ? ഉണ്ടാവില്ല. അത് ബ്രഹ്മം പൂർത്തിയാക്കി തുറന്നു കൊടുക്കേണ്ട, അവിടെ തുറക്കുന്നതാണ് സർട്ടിഫിക്കറ്റ്. ആധാരത്തിന് 7 ഉടുപ്പുണ്ട്. 7 ഉടുപ്പിൽ ഒരു ഉടുപ്പെങ്കിലും, ആധാരത്തിൽ ഒരു ഉടുപ്പെങ്കിലും ചട്ടയെങ്കിലും കിളത്തി അകത്ത് ആ ബ്രഹ്മയന്ത്രം തുറന്ന് അകത്ത് ആ മണിയടിച്ച് അവിടെ ഇരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ലോകത്ത് കിട്ടുന്നതിൽ ഏറ്റവും വലിയ സമ്പത്ത്. 7 ആധാരം തുറക്കണമെങ്കിൽ എന്തെല്ലാം ത്യാഗമുണ്ടെന്നറിയാം. ഈ സകല കാടിനെയും നശിപ്പിക്കണം, ഈ കാടിറക്കണം. രാമൻ 12 കൊല്ലം കാട്ടി കിടന്നതുപോലെ നമ്മൾ ശരീരമെന്ന കാട്ടിനകത്ത് കിടന്ന് അതൊരു സൽഗുരുവിൻ്റെ നിന്ന് അത് മനസ്സിലാക്കി ഈ കാടിനെ വെളിച്ചമാക്കണം. അത് അടുത്ത അങ്ങോട്ട് വരുമ്പോൾ ഞാൻ സംസാരിക്കാം വിഷയം. വാസ്യയോഗം ഇത്തിരി മതി. സ്വാമിജി, അങ്ങിപ്പം വാസ്യയോഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ശരനൂലെന്ന് കേട്ടിട്ടുണ്ട്. ആ ശരനൂലെന്ന് പറയുന്നത് എന്താണെന്ന് പറയാമോ? ശരനൂലെന്ന് പറഞ്ഞാൽ, ശരം എന്ന് പറഞ്ഞാൽ പ്രാണൻ, വായുവായി ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന 2 വസ്തുക്കളാണ്. ശരം എന്ന് പറയുന്നത് ശരിക്കും സൂര്യനും ചന്ദ്രനുമാണ്. സൂര്യനും ചന്ദ്രനും, ഇടകലയും പിങ്ങലയും. മറ്റത് അഗ്നിയാണ്. അപ്പം അഗ്നിയിൽ സൂര്യനും ചന്ദ്രനുമാണ് ശരൻ 2. ഈ ശരൻ 2ൽ നിന്നാണ് അച്ഛനും അമ്മയും തീരുമാനമെടുത്ത ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ സൂര്യൻ്റെ മനസ്സായിട്ടിരിക്കുന്നത് ഇഹലോകത്ത് ഇരിക്കുന്നത് ശരത്തിലാണ് ഇരിക്കുന്നത്. ശരനൂലുകൾ 2ലുമാണ് സൂര്യനും ചന്ദ്രനും സ്ഥിതി ചെയ്യുന്നത്. സൂര്യനും ചന്ദ്രനുമാണ് ശരത്തിൽ ശരിക്കിരിക്കുന്നത്. മറ്റേ വാസിയിലാണ് ഇരിക്കുന്നത്. വാസി അഗ്നിയാണ്, വാസിയല്ല. ഇവർ 2 പേരും കൂടി, ഈ ശരൻ 2ഉം കൂടി തീരുമാനിച്ചാണ് ഒരു കുഞ്ഞിന് ജന്മത്തിനായത്. അച്ഛനും അമ്മയുമായിട്ടുണ്ടാകുന്ന തീരുമാനം. അമ്മ പെണ്ണും അച്ഛൻ ആണും. അപ്പം ശിവനും ശക്തിയും കൂടിയാണ് ഒരു കുഞ്ഞിൻ്റെ തീരുമാനം. അവരവരുടെ ഉള്ളിലിരിക്കുന്ന ശിവനും ശക്തിയും കൂടിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ഉൽപ്പത്തിയുടെ കാരണമെന്ന് പറയുന്നത് ആദ്യം ശരത്തിൽ നിന്നാണ് തുടക്കം. ശരമെന്ന് പറയുന്നത് മായ. അപ്പം ശക്തി ശിവനും ഇപ്പോൾ എവിടെ അകപ്പെട്ടിരിക്കുന്നു? മായയിൽ അകപ്പെട്ടിരിക്കുന്നു. സ്ഥൂല ശരീരമാകുന്ന മായയിലാണ് ശരത്തിനെ അടക്കിയിരിക്കുന്നത്. ഈ സ്ഥൂലമാകുന്ന മായയിൽ അടക്കിയിരിക്കുന്നത് കൊണ്ട് ഈ ശരം 2ഉം എവിടെ ആരാണ് നിയന്ത്രിക്കുന്നത്? കാമക്രോധങ്ങളുടെ കാമം, ക്രോധം, ലോഭം, മതം, മോഹം, മാത്സര്യം, അഷ്ടരാഗങ്ങൾ 8ൽ കൂടി ഇവരങ്ങ് അകപ്പെട്ടുപോയി. ഈ ശക്തി ശിവനുമാണ് ഈ ശരത്തിനും 2നുമാണ് മോചനം കൊടുക്കാനാണ് ആര് വരുന്നത്? വാസിയോഗം വരുന്നത്. അപ്പോൾ ഒരു സാധകന് ഇവിടെ നിന്ന് ജയിച്ചു പോകണമെങ്കിൽ വാസി കറക്റ്റ് അറിഞ്ഞിരിക്കണം. വാസിയും അറിയണം, ശരവും അറിയണം. അപ്പോൾ ശരനൂലെന്ന് വേദങ്ങളിൽ പറഞ്ഞിരിക്കണമെങ്കിലും ശരത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ശരനൂലിനെ കുറിച്ച് അങ്ങോട്ട് പറയാൻ കഴിയും. അപ്പോൾ ശരനൂലെന്ന് പറയുന്നത് 2 അദ്വൈതമാണ്. ഈ അദ്വൈതം എന്നൊക്കെ പറയുന്നത് ശിവനെയും ശക്തിയാണ്. ഇവർ 2മാണ് സൃഷ്ടിയും ശരീരത്തിൻ്റെ സൃഷ്ടിയും സംഹാരത്തിനും തീരുമാനമെടുക്കുന്നത്. ഈ 2 പേരും കൂടി മനസ്സിൽ തീരുമാനമെടുത്താണ് അഹം ബ്രഹ്മസ്മിയായിട്ട് അകപ്പെട്ടിരിക്കുന്ന കാമക്രോധങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന വാസിയെ കൊണ്ട് ഇവർ 2 പേരും എഴിക്കുമ്പോഴാണ് വാസിയാകുന്ന കുണ്ടലിനി ഇളവിയാണ് ഒരു കുഞ്ഞിന്. ആ കുണ്ടലിനിയാകുന്ന ദൈവമാണ് സൃഷ്ടി കൊടുക്കുന്നത്. വാസിയാണ് വാസിയോഗം ഇളകുന്നത്. ശരം വിചാരിച്ചാൽ ശരനൂലുകളുണ്ട്.
നൂലുകൾ രണ്ടുമെന്ന് പറയണ മായ, കാണപ്പെടാത്തത്, അരൂപിയാണ്. സൂര്യനും ചന്ദ്രനും പ്രപഞ്ചത്തിൽ ഭൂമി ആകാശമായി നിൽക്കുന്നുവെങ്കിലും നമുക്കവരെ അതിൻ്റെ അകം കാണാൻ പറ്റില്ല. പ്രപഞ്ചത്തിൽ തന്നിരിക്കുന്ന തത്വത്തെ മാത്രമേ കാണാൻ കഴിയൂ, സൂര്യനെയും ചന്ദ്രനെയും. ആ തത്വത്തിനകത്ത് നിന്നുകൊണ്ട് ഇത് നമുക്ക് വേർപിരിഞ്ഞ് കാണാൻ പറ്റും. അപ്പം സ്വരം രണ്ടും, ഇടയും പിങ്ങലയും, ഇവിടെ പ്രാണനും അപാനനും എന്ന് പറയും, ശ്വസനക്രിയയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് എന്നാൽ ഒരാൾ വന്ന് മരിച്ചു പോകുമ്പോൾ പെട്ടെന്ന് മൂക്കിൽ ശ്വാസം ഉണ്ടാകുന്ന നോക്കും, ഇല്ലെങ്കിൽ മരിക്കും. അപ്പോൾ ഇവിടെ ആദ്യം നമ്മളിലിരിക്കുന്ന ആരാണ് മരിച്ചത്, അത് നമ്മൾ തരം തിരിച്ചറിയണം. അച്ഛനും അമ്മയും മരിച്ചു, അച്ഛനും അമ്മയും മരിച്ചു, സ്വരം മരിച്ചു. ആ രണ്ടുപേരും മരിക്കാൻ കുറവാണ്. അതിന് പറയുന്ന അസ്വസ്ഥതകളാണ് രോഗം, കർമ്മത്തെ ബാധിക്കുന്നത്. അത് വൈദ്യശാസ്ത്രം ഒരിക്കൽ നമുക്ക് എടുക്കാം, നല്ല അടിപൊളിയായിട്ട് ഒരു ദിവസം എടുക്കാം. അത് സമയമുണ്ട്. ഇതിനെക്കുറിച്ചൊരു വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു പ്രഭാഷണം നടത്തും, എല്ലാവർക്കും അത് ഗുണം ചെയ്യും. അപ്പം ഈ സ്വരം രണ്ടും മരിക്കുമ്പോൾ എന്ത് ചെയ്യും, മരണം നിശ്ചയിക്കും ഡോക്ടറും വൈദ്യനും. അപ്പോൾ ഇതിന് പറഞ്ഞ കേടുകൾക്ക് നാടി നോക്കി ചികിത്സിക്കും. കുറച്ചു കാലം കൂടി ചിലത് ജീവിക്കും. മരണം നിശ്ചയിച്ചതാണെങ്കിൽ അസാധ്യമായിരിക്കും, നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് ഡോക്ടർക്കും ചെയ്യാൻ പറ്റില്ല. അവരുടെ കടമയെ ചെയ്യാൻ നോക്കും, മാക്സിമം പഠനത്തിനനുസരിച്ച്. അപ്പോൾ ഉയിര് കൊടുക്കുന്നത് ഇവിടെ ആരാണ്, വൈദ്യനും ഡോക്ടറും. അപ്പം ഈ സ്വരം രണ്ടും മൂക്കിൽ കൂടിയില്ലെങ്കിൽ പഞ്ഞി വെച്ചാൽ. അപ്പോൾ അതിനു മുമ്പേ സ്വരനൂല് കറക്റ്റാ ഒരു വൈദ്യനും അറിയണം, ഒരു ഡോക്ടറും അറിയണം, ഇടയും പിങ്ങലയും സുഷുമനെയും അറിയണം. നേരത്തെ അതിന് സൂചിപ്പിച്ചു 3. അപ്പം സ്വരം രണ്ടത്തിൽ എന്തിരിക്കുന്നു, ഒന്നിൽ ഉയിരിക്കുന്നു, ഒന്നിൽ പ്രാണയിരിക്കുന്നു. ഈ പ്രാണന് ആരാണ്, അച്ഛനും അമ്മയും. അപ്പം മാതാ പിതാ ഗുരു ദൈവം. അപ്പോൾ നമുക്ക് ഗുരു എന്ന് പറയണ മൂന്നാമതേ വരുന്നുള്ളൂ, വേണ്ട. അപ്പം നിന്റെ മാതാവിനെയും പിതാവിനെയും വണങ്ങാനാണ് പറയണത്. അപ്പം മാതാവും പിതാവും ആരിലിരിക്കുന്നു, നമ്മളിരിക്കുന്നു. മാതാവിനെയും പിതാവിനെയും എന്ത് ചെയ്യണം, നിന്റെ ധർമ്മം എന്തോന്നാണ്, മോക്ഷത്തിൽ എത്തിക്കണം. നിന്റെ മാതാവും അച്ഛനും അമ്മയും ഇവിടെ നിന്റെ കർമ്മഫലം കൊണ്ട്, ജനനകർമ്മ ഫലം കൊണ്ട് നിന്നിലിരിക്കുന്ന മാതാവും പിതാവും നമുക്ക് ജന്മം തന്നവർ മരിച്ചു. അവരിൽ നിന്ന് കിട്ടിയ അച്ഛനും അമ്മയാകുന്ന ശക്തീശ്വരനും ഇതിനകത്തിരിക്കുന്നു. എവരിക്ക് സേവ ചെയ്യണം. ആ സേവയാണ് യോഗം. ആ സേവ നൂൽ എന്താണെന്ന് ഗുരു മനസ്സിലായി. അതാണ് മാതാ പിതാ ഗുരു ദൈവം. അപ്പം ദൈവം ബ്രഹ്മേന്ദ്രം. അപ്പം കുണ്ടലിനിയോ ഇതിനകത്തിരിക്കുന്നു. അപ്പോൾ കുണ്ടലിനിക്ക് മോക്ഷം കൊടുക്കണം. അപ്പോൾ കുണ്ടലിനിക്ക് മോക്ഷം കൊടുക്കണം, എന്ത് ചെയ്യണം, സ്വരത്തെ അറിഞ്ഞേ പറ്റൂ. പ്രാണവായുവിനെ കൊണ്ടല്ലേ അഭ്യാസം എന്ന് പറഞ്ഞു. അപ്പം പ്രാണവായു ഇങ്ങനെ തരംതിരിച്ചാരും പറയുന്നില്ലല്ലോ. ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ പ്രാവശ്യത്തിനെ വ്യത്യസ്തമായിട്ട് പ്രാണവായുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സ്വരം രണ്ടും ഒന്നാകണം. ഒന്നാകുമ്പോൾ എന്ത് ചെയ്യും, ഞാനും നീയും ഒന്നാകും. അതാണ് ഞാനും നീയും എന്ന് പറയുന്നത്. അതാണ് തത്വമസി, അതാണ് അദ്വൈതം, അതാണ് സൂര്യനും ചന്ദ്രനും, അതാണ് ആകാശവും ഭൂമിയും, അതാണ് മേലും കീഴും. അതാണ് മേലും കീഴും. ആ മേലും കീഴും അറിയാൻ പറയണം. അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് യോഗമാർഗമുള്ള ഗുരുക്കന്മാരെടുത്ത് പോകുമ്പോൾ അവർ ആ വഴി തുറന്നു കൊടുക്കും. അപ്പം നിന്റെ മാതാവും അച്ഛനും നിന്നിൽ തന്നെ ഇരിക്കുന്നു. നിന്റെ കർമ്മം അവർക്ക് വേണ്ടി നിന്റെ കടമയെ ചെയ്യുക. ആ കടമ യോഗമായിട്ട് വരണം. ആ യോഗം നിന്നിലിരിക്കുന്ന കർമ്മം തൊലഞ്ഞാലേ, അവരിൽ കൊണ്ടുവന്ന് സൃഷ്ടിയിലിട്ട കർമ്മം തൊലഞ്ഞാലേ ജനനമരണ പിണിയാണ് അതിനകത്തിരിക്കുന്നത്. ഇടയും പിങ്ങലയ്ക്കകത്ത് കാല് തൊട്ട് പാദം മുതൽ ശിരസ് മുതൽ ആ ഇടപിങ്ങല നിൽക്കുന്നു. അവരുടെ അതലം വിതലം ഇങ്ങനെ 10-14 ലോകങ്ങളായിട്ട് അവർ നിൽക്കുകയാണ്, സൂര്യനും ചന്ദ്രനും ഇടത്തും വലത്തുമായിട്ട്. അപ്പോൾ അവരെ എന്തു ചെയ്യണം, അവർ മരിക്കുന്ന മുമ്പേ അവർക്ക് എന്തെങ്കിലും കടമ ചെയ്തു കൊടുക്കണം സ്വന്തം ആത്മാവിന്. അതാണ് തന്നെത്താനെ അറിയുക, പിന്നെത്താൻ അറിയ വേണ്ട. അപ്പം നിന്നിലിരിക്കുന്ന താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനെന്ന വസ്തുവിനെക്കുറിച്ച് തരംതിരിച്ചറിയുമ്പോൾ ഞാൻ ആരാണെന്നറിഞ്ഞാൽ പിന്നെത്താൻ അറിയ വേണ്ട. അവിടെ കാര്യഗുരു പുറത്ത് നിൽക്കുകയാണ്. നമ്മളേൽ കാരണഗുരു അവസാനേ വരൂ. കാരണഗുരു സൃഷ്ടിയാകുന്ന ദൈവമാണ്. അപ്പോൾ ആ കാരണഗുരുവിൻ്റെ അടുത്ത് ആരെത്തിക്കണം, കാര്യഗുരു കാണിക്കുന്നു. അപ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ട് ഗുരുകുലത്തിൽ പോകുമ്പോൾ മാതാപിതാ ഗുരുവിനെ വണങ്ങാൻ പറയും. അപ്പം നമ്മുടെ മാതാവിനെ ശരീരത്തിൽ കാണിച്ചു തരും.
പിതാവിനെയും കാണിച്ചു തരും. അപ്പം നിന്റെ മാതാവിനും പിതാവിനും ശുശ്രൂഷ ചെയ്യാൻ പറയും. ചിലപ്പോൾ ആ ശുശ്രൂഷയായിരിക്കും യോഗം, ചിലപ്പോൾ ആ ശുശ്രൂഷയാണ് യോഗം. അപ്പം കാര്യഗുരുവിടെ ആവശ്യമാണ്. കാര്യഗുരു ഇവിടെ ഇരുന്നു കൊണ്ട് മാതാ പിതാ ഗുരു, അപ്പോൾ കാര്യഗുരു ഇവിടെ ഇരിക്കുകയാണ്. നിന്നിലിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും ഉണർത്താൻ വേണ്ടി ഇവിടെ വെളിയിൽ നിന്നുകൊണ്ട് കാര്യഗുരു നിന്നെ വളർത്തുകയാണ്. അപ്പോൾ വളരുമ്പോൾ ഉള്ളിരിക്കുന്ന ബ്രഹ്മം നിന്നെ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കും. അരൂപിയാകുന്ന വാസിയാകുന്ന ആ അഗ്നിയാകുന്ന ദൈവം കാരണഗുരുവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി മാതാപിതാവിനും സേവ ചെയ്യാൻ പറഞ്ഞു. നിന്റെ കടമയെ ചെയ്യണം. നീ എന്തെല്ലാമാണോ 24 മണിക്കൂറിൽ അവർക്ക് കൊടുക്കാനുണ്ടോ അവർക്ക് കൊടുക്കണം. അവിടെയും കൊടുക്കാം. അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി കൊടുക്കാൻ അവരെ പുറകെ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിവിടെ പഠിപ്പിക്കുന്നതല്ല ചെയ്യുന്നത്, എല്ലാം തെറ്റി മറിഞ്ഞാണ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന മാതാവിനും പിതാവിനും സൂര്യനും ചന്ദ്രനും നമ്മൾ എന്തു ചെയ്യണം? കടമ ചെയ്യണം. നമ്മുടെ മാതാവും പിതാവും എന്ന് പറയുന്നത് ശക്തിയും ശിവനും. ആ ശക്തിയും ശിവനും എന്ന് പറയുന്നത് ഇടകല പിങ്ങല. ഈ ഇടകല പിങ്ങലയും രാത്രിയും പകലുമായിട്ടിരിക്കുന്നു. ഈ രണ്ടുപേരുമാണ് കർമ്മത്തിൽ അകപ്പെട്ടു പോയി, ജനന മരണ പിണിയിൽ അകപ്പെട്ടു പോയി. നമ്മളെ അച്ഛനും അമ്മയും അറിയാതെ വരും കാലം നമുക്ക് മരണം നിശ്ചയം. ആ ശരത്തിനെ അറിഞ്ഞ് ശരനൂലും കൂടി യോഗ സാധകമാക്കി മാറ്റണം. അതാണ് ആ സാധകത്തിൽ കൂടിയാണ് അഹം ബ്രഹ്മാസ്മി കൊണ്ടുള്ള യോഗത്തിൽ ശരനൂലും വാസിയോഗവും കൂടി സംയോജിക്കുമ്പോഴേ ഞാനും നീയുമായിട്ടുള്ള ഒന്നാകുന്ന ഒരു തത്വം ഒന്നായി വരുമ്പോൾ മൂന്നും ഒത്തുചേരുമെങ്കിൽ മാത്രമേ ധ്യാനം പരമാനന്ദമായി അവിടെ ബ്രഹ്മയന്ത്രം തുറക്കുമെങ്കിൽ മാറ്റും. അപ്പോൾ നിന്നെ അറിഞ്ഞു ഗുരു ശിഷ്യനെ എങ്ങനെ വളർത്തണമെന്ന്, ഒരു ഗുരു ആരായിരിക്കണമെന്നും, ഇവിടെ ജാതിക്കും മതത്തിനും അല്ല ഒരു ഗുരു നിൽക്കേണ്ടത്, ഒരു ശിഷ്യനെ എങ്ങനെയാണ് അദ്വൈതം പഠിപ്പിക്കണമെന്ന് പാരമ്പര്യമായി അഗസ്ത്യനും 18 പേരും ഗുരുകുല സമ്പ്രദായമനുസരിച്ചു ജാതിയും മതവും നീക്കി വെച്ചുകൊണ്ട് അവരെങ്ങനെയാണ് പറയുന്നത്, ഇതിനെ ഏത് ജാതിയിൽപ്പെടുത്താം, ഏത് മതത്തിൽപ്പെടുത്താം, ഏത് ഇനത്തിൽപ്പെടുത്താം, ഇവരെ 3 പേര്, ഇവർക്ക് നമ്മളിലിരിക്കുന്ന മാതാവിനും പിതാവിനും അച്ഛനും അമ്മയ്ക്കും പഠിപ്പിക്കുന്ന കാര്യഗുരുവിനും കാരണഗുരു അപ്പുറത്തും കാര്യഗുരു ഇപ്പുറത്തിരിക്കണം. അപ്പോൾ അച്ഛനും അമ്മയും അറിയാതെ അപ്പുറത്ത് പോകാൻ പറ്റൂല. യോഗം ഒന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അവിടെ യോഗ ആർക്കും ചെയ്യാം. ഇവിടെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ കാര്യഗുരു മാതാവിനെയും പിതാവിനെയും വണങ്ങിക്കൊണ്ടേ അപ്പുറത്ത് കാരണഗുരുവിനെ അകത്തു. അതാണ് ദൈവത്തിനെ ലാസ്റ്റിൽ വെച്ചിരിക്കുന്നത്. നിനക്ക് ദൈവത്തിലെത്തണമെങ്കിൽ നിന്റെ മാതാവിനെയും പിതാവിനെയും പൂജിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇവിടെ അഗസ്ത്യൻ പറഞ്ഞു 18 പേരോടി. അവർക്കും തെറ്റി, കണക്കെല്ലാം തെറ്റി. അവർ വീട്ടിൽ ചെന്ന് പൂജയെല്ലാം ചെയ്ത് അച്ഛനും അമ്മയും വിളക്കെല്ലാം കൊളുത്തി എല്ലാവരും വന്നപ്പോൾ അവരെ പരിശോധിച്ചതാണ്. അവരെല്ലാം അങ്ങ് മരിച്ചു. അവരും സാധകം ചെയ്തില്ല. അപ്പോൾ ഇവിടെ 18 പേര് വീണ്ടും അഗസ്ത്യൻ്റെ അടുത്ത് വന്നു. അഗസ്ത്യൻ്റെ അടുത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു? പിന്നെയാണ് പ്രാണവിദ്യ, വാസിയോഗവും ശരയോഗവുമായി ശരനൂലുകളെയും തിരിച്ചു കൊടുക്കുന്നു. അപ്പം കാര്യഗുരു പുറത്തു നിന്ന് അഗസ്ത്യൻ കാരണഗുരുവിനെ അടുത്തെത്തണമെങ്കിൽ സൂര്യനും ചന്ദ്രനും 2 അടപ്പുകളിട്ട് 2 തട്ടുകളിട്ട് 2 കതവുകളിട്ട് അടച്ചു. ഈ കതവിനെ തുറന്ന് അവർക്ക് മോക്ഷം കൊടുക്കാൻ പറഞ്ഞു. നിന്റെ അച്ഛനും അമ്മയ്ക്ക് മോക്ഷം കൊടുക്കുമ്പോൾ നിന്റെ കടമ പൂർത്തിയായി. അപ്പം കൂടെ നിന്റെ അച്ഛനും അമ്മയും പൂജിക്കാൻ പറഞ്ഞു. ആദ്യം നിന്റെ അച്ഛനും അമ്മയ്ക്ക് സേവ ചെയ്യാൻ പറഞ്ഞു. നിന്റെ അച്ഛനും അമ്മയും നിന്നെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിന്റെ അച്ഛനും അമ്മയും നിനക്ക് ജന്മം തന്നിട്ട് അവർ കാമക്രോധത്തിൽ അകപ്പെട്ട്, നമ്മളെ ശരീരവും കാമക്രോധം കൊണ്ട് അകപ്പെട്ടിരിക്കുന്നു. ഇവിടെ എങ്ങനെ മോചനം കൊടുക്കാന്ന് പറയുന്നതാണ് മോക്ഷം. സ്വാമിജി, ജ്ഞാനയോഗം എന്നാൽ എന്താണ്? ജ്ഞാനയോഗം എന്നാൽ ഞാൻ ആരാണെന്ന് പൂർണ്ണമായി അറിയുന്ന വിഷയമാണ് ജ്ഞാനയോഗം. ഞാൻ ആര്? ഇന്ന് വരെ ലോകത്ത് ഭഗവത്ഗീത, 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണങ്ങളിൽ ഞാൻ എന്ന വിഷയത്തെക്കുറിച്ച് ശരിക്ക് വിവരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ എന്ന വിഷയത്തെക്കുറിച്ച് അറിയാം. പക്ഷേ ഞാനെന്ന വിഷയം ആരാണെന്ന് അറിയണമെങ്കിൽ നാം ഇതിനകത്ത് ഒരുപാട് കടമ്പകൾ കടക്കണം. അങ്ങനെ ഈ കടമ്പകൾ അപാരമായ ഒരു യുദ്ധമേടാണത്. ആ
ഞാനെന്ന വിഷയത്തിലെ ജ്ഞാനയോഗം അറിയണമെങ്കിൽ പഞ്ചമേടുകൾ കടന്നെത്തണം. പഞ്ചമേടുകൾ എന്ന് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ. 5 ഭൂതങ്ങളെയും ജയിച്ചു പോകാനാണ് ജ്ഞാനയോഗം വച്ചിരിക്കുന്നത്. ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ ഞാനായിരിക്കുന്ന വസ്തു ആരാണെന്ന് അറിയണം. ആ ഞാനായിരിക്കുന്ന വസ്തുവിനെ അറിയണമെങ്കിൽ അതിന് അപാരമായി ആ വിഷയങ്ങളെ അറിയുന്ന ഒരു സൽഗുരു വേണം. ആ സൽഗുരുവാണ് കാര്യഗുരു. കാര്യത്തെ കാണിച്ചു കൊടുക്കുന്നത്, കാരണഗുരുവിൽ എത്തിച്ചേരാൻ. അപ്പോൾ ലോകപ്രപഞ്ചത്തിൻ്റെ ഗുരുവാണ് കാരണഗുരു. സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും ഗുരുവാണ് ആര്? കാരണഗുരു. ദൈവം, ബാല. സിദ്ധറുകൾ അതിനെ ബാല എന്നാണ് പേരിട്ടിരിക്കുന്നത്. കുണ്ടലിനിക്ക് മറുപിറവി എടുത്ത് ജനിക്കുമ്പോഴാണ് ബാല എന്ന് പേരിട്ടിരിക്കുന്നത്. അതാണ് ബാലപരമേശ്വരി എന്ന് പറയുന്നത്. ബാലപരമേശ്വരി എന്നാൽ പരത്തിൽ എടുക്കുന്നവർ. ബാലപരമേശ്വരി പരത്തിൽ നിന്ന് സൃഷ്ടിയെടുക്കുന്നവരാണത്. അതൊക്കെ നമുക്ക് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ അങ്ങ് വരും, അവസാനം വരും. അത് കുറച്ചുകൂടി നല്ല രീതിയിൽ വരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഗുണം ചെയ്യും. ദൈവവും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെത്തുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്കും അതൊരു മോചനമായിട്ട് അവസാനം അത് തിരിയട്ടെ. കേരളം ഇത്രയും പാടുപെട്ട് നിങ്ങൾ ലോകർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ സാധകത്തെയൊക്കെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ലോകർക്ക് എത്തിക്കുമ്പോൾ എന്തെങ്കിലും ദൈവം നിങ്ങൾക്ക് തരാതിരിക്കില്ല. നിങ്ങളും രാവിലെ പകലില്ല കിടന്ന് വിടുന്നു. എന്തെങ്കിലും നമ്മളിവിടെ ഇരിക്കുകയല്ലേ. ഒരാൾ വിഴമ്പല്ലേ എഴുപ്പിക്കാൻ പറ്റും, രോഗത്തിനല്ലേ മരുന്ന് കൊടുക്കാൻ പറ്റും. അപ്പം ജ്ഞാനയോഗം, ജ്ഞാനയോഗം ഞാൻ ആരാണെന്ന് അറിയണം. അതിന് എന്ത് ചെയ്യും? ഗുരു ആദ്യം വന്ന്, നേരത്തെ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു, ഭക്തിമാർക്ക് ആദ്യത്തെ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയാണ് എന്തോന്ന്? ധ്യാനം പരമാനന്ദം. അപ്പോൾ ആ ധ്യാനം പരമാനന്ദത്തിൽ എത്താൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? ധ്യാനം കൊടുത്തു ഇവന് ഭക്തി ഉണ്ടാക്കുകയാണ്. ഇവിടെ ആര്? ഞാൻ ആരാണെന്ന വിഷയത്തിൽ കൂടി അറിയുമ്പോഴാണ് ധ്യാനം. ധ്യാനം എന്നാൽ എന്ത്? ധ്യാനത്താൽ മനസ്സും ശരീരവും കർമ്മവും ശുദ്ധമാകുന്നു. ഈ കർമ്മം ശുദ്ധമാകുമെങ്കിൽ മാത്രമേ ബ്രഹ്മം പൂർത്തിയാകുന്നുള്ളൂ. അപ്പോഴേ ഞാൻ ആരാണെന്ന് അറിയുള്ളൂ. അതിനാണ് ആദ്യം ഗുരുനാഥൻ കൊടുക്കുന്നത്. എന്തോന്ന്? ധ്യാനം ആണ് വന്നോടെ കൊടുക്കുന്നത്. ആ ധ്യാനം കൊടുക്കുമ്പോൾ അവൻ ധ്യാനത്തിൽ ഇരുന്നിരുന്ന് സ്വയം അവനെ അറിയും. സ്വയം അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ഇവൻ കൊടുക്കുന്ന സാധകമല്ല ശരിക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അടുത്ത ഗുരു അവന് കാര്യഗുരു, അടുത്ത വിഷയം സ്വയം അറിഞ്ഞു വരുമ്പോൾ അവൻ ലോകത്ത് നടന്ന സംഭവങ്ങളിൽ നിന്നും അവൻ്റെ ശരീരം ഇന്നതാണെന്നും പഞ്ചഭൂതങ്ങൾ ഇങ്ങനെയാണെന്നും വെള്ളം, തീ, കാറ്റ്, വായു, ആകാശം, ഭൂമി ഇതെല്ലാം ഇവൻ്റെ ശത്രുക്കളായി നിൽക്കുകയാണെന്നും ഇവനെ രക്ഷിക്കൂല എന്നും ഈ പഞ്ചഭൂതങ്ങൾക്ക് രോഗമുണ്ടായാൽ മരണം നിശ്ചയമാണെന്നും ഈ ശരീരം ഇല്ലാതാവുമെന്നും ശരീരത്തെ ഇല്ലാതാവാൻ വേണ്ടിയാണ് ജ്ഞാനയോഗം എടുക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് കാര്യഗുരുവിടെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ വാസിയാകുന്ന കാരണഗുരുവിനെ ഉണർത്താൻ വേണ്ടി, വാസിയോഗം കൊണ്ട് കാരണഗുരുവിനെ ഉണർത്താൻ വേണ്ടി ആദ്യം ധ്യാനം ഇവനെ കൊടുത്ത് ഇവനെ ക്ഷമയുണ്ടാക്കും. ആദ്യം ഇവന് ക്ഷമയുണ്ടാക്കുമ്പോൾ ഈ ധ്യാനയോഗത്തിൽ കൂടി ഇവൻ്റെ അഷ്ടരാഗങ്ങളെല്ലാം അടങ്ങും. ഇവൻ ചാടി മറിഞ്ഞ് ഇവിടെ വാൽമീകിയുടെ കഥ പറഞ്ഞ പോലെ രാക്ഷസ സ്വഭാവം എടുത്തിരിക്കുന്ന ഈ മനസ്സിനെ അടക്കാൻ, ആദ്യം അവനെ മനസ്സിനെ അടക്കാൻ ചില സ്ഥലങ്ങളങ്ങ് വെച്ച് കൊടുക്കും. ആ പോയിന്റിലൊക്കെ കയറി ഇരിക്കുമ്പോൾ ഇവൻ്റെ ചാട്ടമൊക്കെ അവിടെ നിൽക്കും. ഞാൻ ഗുണ്ടയാണ്, ഞാൻ 15 വരെ വെട്ടി, 50 വരെ വെട്ടി. ഒരുത്തൻ ആരെയും വെട്ടൂല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആരെയും കൊല്ലാൻ നമുക്ക് അധികാരമില്ല. കാരണം സൃഷ്ടിയും സംഹാരത്തിൻ്റെയും അധികാരി ദൈവമാണ്. ഒരു മനുഷ്യനും ആരെയും കൊല്ലാൻ പാടില്ല. ഇന്നത്തെ വേദങ്ങളും ശാസ്ത്രങ്ങളും ജാതിക്കും മതത്തിനും വേണ്ടി മാത്രം നിൽക്കരുത്. ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ധർമ്മം ചെയ്യാവൂ. ആ ധർമ്മം ജീവധർമ്മമായിട്ട് തന്നെ മാറണം. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അതിനുവേണ്ടി നാം രാവില്ല പകലില്ലാതെ ആ തപസ്സും സന്യാസവും ചെയ്യുമെങ്കിൽ മാത്രമേ അതിന് വിമോചനം വരൂ. പിന്നെ രണ്ടാമത്, അങ്ങനെ ആ ധ്യാനം പരമാനന്ദത്തിൽ എത്താൻ വേണ്ടി അവനെ മനസ്സിൽ ഇരുത്തുമ്പോഴാണ് അവൻ സ്വയം അറിയുന്നവനാണ്. സ്വയം അറിഞ്ഞപ്പോൾ സ്വയം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ കൊടുക്കുന്ന ഒരു അഭ്യാസമാണ്. ഇവിടെ കിടന്ന ചാട്ടമെല്ലാം അടങ്ങി ഇവൻ മിണ്ടാതിരിക്കാൻ കൊടുക്കുന്നതാണ് ധ്യാനം. അതിൽ നിന്ന് മിണ്ടാതിരുന്നിരുന്ന് വരുമ്പോൾ ഇവൻ ശാന്തനായി. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? അടുത്ത വിഷയത്തിലേക്ക്. ഇവൻ
സാധാരണ ശിഷ്യന്മാർ കുറേ അതിനകത്തിരുന്ന് ജ്യോതിയും വെട്ടോ നെറ്റിയിൽ കൂടി എന്തെങ്കിലുമൊക്കെ കാണും. ചുമ്മാ ഇരിക്കാൻ പഠിപ്പിച്ചേലേ. അവിടെ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് ചുമ്മാ ഇരിക്കാൻ എന്തെങ്കിലും അവന് ചുമ്മാ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് അവിടെ ചുമ്മാ ഇരിക്കാൻ ആദ്യം കൊടുക്കും. ഗുരു ദക്ഷിണയൊക്കെ വാങ്ങിച്ച് അനുഗ്രഹം വാങ്ങിച്ച് ഇവനെ കൊണ്ട് ചുമ്മാ പിടിച്ചിരുത്തി അവിടെ കൊണ്ട് ചെന്ന് പിടിച്ചിരുത്തുമ്പോൾ ഇവൻ ചുമ്മാ അവിടെ ഇരിക്കും. ഇരുന്നിരുന്നവൻ ഇവനൊരു മാറ്റം വരും. അപ്പോൾ അവൻ സ്വയം അറിയും. സ്വയം യം യം സ്വയം അറിയുമ്പോൾ അകത്ത് ആയാമം നടക്കും. സ്വയം അറിയും. അപ്പം സ്വയം അറിഞ്ഞവൻ സ്വാമി. സ്വാമി എന്ന് പറയണത് ഇവിടെ ആരും സ്വാമി ആയില്ല. സ്വയം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നവനാണ് സ്വാമി. താൽക്കാലികം മിണ്ടാതിരിക്കുന്നു. എവിടെ? ലൗകികമായിട്ട് കാമക്രോധങ്ങളായിട്ട് അഷ്ടരാഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് രോഗങ്ങളുണ്ടാകുന്ന ഈ ശരീരത്തിൽ മിണ്ടാതിരിക്കാൻ കൊടുക്കുന്ന ഒരു അഭ്യാസം, ഒരു വിദ്യ കൊടുത്ത് ഇവനെ മിണ്ടാതിരിക്കുമ്പോൾ സ്വയം അറിഞ്ഞ് അവൻ സ്വാമി മിണ്ടാതിരുന്നുകൊണ്ട് ധ്യാനം പരമാനന്ദം. ധ്യാനത്താൽ മനസ്സും കർമ്മവും ശരീരവും ഇവന് കുറച്ച് മാറ്റം വരും. അങ്ങനെ വരുമ്പോൾ ഇവൻ വീണ്ടും കാര്യഗുരുവിനെ അവിടെ കാരണഗുരുവിനെ കാണാൻ പറ്റുന്നില്ല. കാര്യഗുരുവിനെ അടുത്ത് വീണ്ടും അവൻ വരുമെങ്കിൽ അടുത്ത് കാര്യഗുരു എന്തു ചെയ്യും? അടുത്ത് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. സ്വയം അറിഞ്ഞാലല്ലേ ഞാനാണെന്ന് അറിയാൻ പറ്റൂ. ഞാൻ സ്വയം അറിയാതെ ഞാനാണ് എല്ലാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതാർക്കും പറയാം. അപ്പോൾ മിണ്ടാതിരിക്കുമ്പോൾ അവൻ സ്വാമിയായി. ആ സ്വാമിയായി മിണ്ടാതിരുത്തിയത് ആരെയൊക്കെയാണ്? രണ്ട് സ്വരത്തിന് ഇളവി മറിഞ്ഞുകൊണ്ടിരുന്ന സൂര്യനും ചന്ദ്രനിലും കൂടി ബോധമനസ്സും ഉപബോധ മനസ്സും അതൊക്കെ നമുക്ക് അങ്ങോട്ട് എടുക്കാം. ബോധമനസ്സും ഉപബോധ മനസ്സും ഒക്കെ അങ്ങോട്ട് വരെയില്ല. അപ്പോൾ ആ ബോധമനസ്സും ഉപബോധ മനസ്സും ഇളവി മറിഞ്ഞുകൊണ്ടിരുന്നു. ബോധമനസ്സ് 12 മണിക്കൂർ, ഉപബോധ മനസ്സ് 12 മണിക്കൂർ. സൂര്യനും ചന്ദ്രനും 12-12 നിൽക്കുന്നു. അങ്ങനെ 24 മണിക്കൂർ. 24 മണിക്കൂറിൽ ബോധമനസ്സും ഉപബോധ മനസ്സും പ്രവർത്തിക്കണം. പിന്നെ കാരണമനസ്സുണ്ട്. അത് ആർക്കും കിട്ടൂല. കാരണമനസ്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് സൃഷ്ടി ഒരു സിദ്ധൻ മരണത്തെ ജയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കാരണമനസ്സുണ്ടാവൂ. മറ്റേ ബോധമനസ്സും ഉപബോധ മനസ്സും. ഉപബോധ ബോധമനസ്സിനെ കുറിച്ച് നമുക്ക് അങ്ങോട്ട് എടുക്കാം, വരട്ടെ. അപ്പോൾ അങ്ങനെ സ്വയം അറിഞ്ഞ് മിണ്ടാതിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? പിന്നെ ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ഗുരുവിൻ്റെ അടുത്ത് വരുമെങ്കിൽ അവൻ അവിടെ പോയി വേറെ ശിഷ്യനെ ഉണ്ടാക്കി ആശ്രമം വെച്ച് പഠിപ്പിക്കണമെങ്കിൽ ആ ചുമ്മാ ഇരുന്ന വിദ്യ മാത്രം തന്നെ. അങ്ങനെ ലോകത്തിന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ അത്രയെങ്കിലും ആയില്ലേ? അപ്പോൾ എന്തു ചെയ്യണം? അതുകൊണ്ട് അഗസ്ത്യരും 18 പേരും സിദ്ധന്മാരും ഇങ്ങോട്ട് വന്ന സകല മുനിമാരും പറയുന്നു, കിട്ടുമോ ജ്ഞാനയോഗം? ആർക്കെങ്കിലും കിട്ടുമോ ജ്ഞാനയോഗം? കിടക്കുമോ ഗുരുവിൻ പാദം? ഇത്രയും അറിഞ്ഞ ഒരു ഗുരുവിൻ്റെ പാദം സ്പർശിക്കാൻ ആർക്കെങ്കിലും കിട്ടുമോ ജ്ഞാനയോഗം? കിടക്കുമോ ഗുരുവിൻ പാദം? തട്ടുമോ പളങ്കിമേട് തന്നെ അറിയാർക്ക് നീ നെഞ്ചേയുണ്ട്. നമ്മളെ അറിയുന്നവന് ഈ നെഞ്ചുണ്ട്. നമ്മളെ അറിഞ്ഞില്ലെങ്കിൽ ഈ നെഞ്ച് കട്ടയ്ക്ക് പോകും. നമ്മളെ അറിയണമെങ്കിൽ തന്നെത്താനെ അറിഞ്ഞാൽ ഈ മനസ്സുണ്ട്. ഈ മനസ്സാണ് തന്നിലിരിക്കുന്ന എല്ലാ വസ്തുവിനും കാരണം. ഈ മനസ്സിനെ അറിഞ്ഞ് അടുത്തെന്ത് ചെയ്യണം? ഞാനായിട്ടിരിക്കുന്ന ഈ മനസ്സായിട്ടിരിക്കുന്ന ബോധമനസ്സിനെ ഞാനാരെണെന്നറിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗുരു രണ്ടാമത് വരുമ്പോൾ, ജ്ഞാനയോഗം എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ എന്തു ചെയ്യും? ഇവന് രണ്ടാമത് ഞാൻ ആരാണെന്ന വസ്തുവിനെ അടുത്ത അഭ്യാസമാണ് ആ ഞാൻ ആരാണെന്ന് പറയുന്ന രണ്ടാമത്തെ അഭ്യാസം. ആ അഭ്യാസത്തിൽ അസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കും. അതാണ് ബ്രഹ്മാസ്ത്രം. ഈ ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ബ്രഹ്മാസ്ത്രമൊക്കെ ഇങ്ങനെ കൃഷ്ണൻ അർജുനനൊക്കെ പറഞ്ഞു കൊടുത്തുന്ന തൻ്റെ സ്വയം ശരീരം ജയിക്കാനുള്ള അസ്ത്രവിദ്യകളാണ്. അതിനകത്ത് രേചകപൂരക കുംഭകം ഇങ്ങനെ ഓരോ അസ്ത്രവിദ്യകളാണ് പഠിപ്പിച്ചത്. ആ വിദ്യയാണ് പഠിപ്പിച്ചത് പഞ്ചപാണ്ഡവരാകുന്ന 5 പേരായിരുന്ന ശരീരത്തിൽ 5 പേരായിട്ട് നിന്നുകൊണ്ട് 101 പേരായിട്ടൂടെ യുദ്ധം നടത്താനുള്ള ഒരു കഥയുണ്ടാക്കിയതാണ് മഹാഭാരത കഥ. ആ മഹാഭാരത കഥയെന്നാണ് അതിനകത്ത് വരുന്നത്. അപ്പം മഹാഭാരത കഥയായിട്ട് വരുമ്പോൾ അത് കഥ തന്നെ. ആ കഥയെ 18 പേരും സിദ്ധറുകളുമാണ് അതിനെ പൊളിച്ചെഴുതിയതാണ്. ഏത്? മെയ്ജ്ഞാന കഥയെ കൊണ്ടുവന്നു. തന്നിലാണ് എല്ലാം ഇരിക്കുന്നത്. ഞാനായിരിക്കുന്ന വസ്തുവിനെ ഞാനായിട്ട് അറിഞ്ഞില്ലെങ്കിൽ കഥ നമ്മളെ കമത്തും.
കഥ പഠിച്ചു വരുമ്പോൾ മായ കയറും, മരണവും നിശ്ചയം. ഇതൊന്നും പഠിച്ചാൽ തീരുമില്ല, നമ്മളെ പഠിച്ചാൽ തീരും. പക്ഷേ വേദങ്ങളെല്ലാം പഠിക്കണം. എന്തിനെന്ന് വെച്ചാൽ അറിവിന് വേണ്ടി. നമ്മളെ പഠിച്ചിരിക്കുമ്പോൾ പഠിത്തം പൂർത്തിയാവും. ഇതിനകത്തുനിന്ന് ഡോക്ടറേറ്റ് എല്ലാം അവിടെ കിട്ടും, എല്ലാം കിട്ടും. ഇതിൻ്റെ കഥ ഇവിടെ നിന്ന് തന്നെ മാർക്കിട്ട്, ഗുരുവാണ് മാർക്കിടുന്നത്. ഗുരുവും ദൈവവും കൂടി, കാര്യഗുരുവും കാരണഗുരു. കാര്യഗുരുവിന് അറിയാമല്ലോ ശിഷ്യൻ എവിടെ നിൽക്കുന്നു. കാര്യഗുരു അത്ര കള്ളനാണ്. പിന്നെ ഇവ ആദ്യം ഇരിക്കുമെന്ന് നോക്കും, കണ്ട. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, കണ്ട, കാര്യഗുരു ഒന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ ആരാണെന്ന് അറിയുമ്പോൾ അവൻ രണ്ടാമത്തെ അഭ്യാസം പൂർത്തിയാക്കും. രണ്ടാമത്തെ അഭ്യാസം പൂർത്തിയാക്കി വരുമ്പോൾ മൂന്നാമത്തേലേക്ക് ഇവനെ കടത്തിവിടും. അതാണ് ഈ സ്വയം ഇരുന്ന് സ്വാമിയായി അവിടെ നിന്ന് അവൻ രണ്ടാമത്തെ അഭ്യാസം ഗുരുവിൻ്റെ നിന്ന് വാങ്ങിച്ച് രണ്ടാമത് എന്തു ചെയ്യും, മൂന്നാമത് ഈ രണ്ടും കൂടി അഭ്യസിച്ച് വരുമ്പോഴാണ് പ്രാണവിദ്യയിൽ സിദ്ധികൾ വരും. ആ സിദ്ധികൾ ഉണ്ടാക്കിയവരാണ് സിദ്ധന്മാർ. അതിനെയാണ് സിദ്ധന്മാർ എന്ന് പറയുന്നത്. മൂന്നാമത്തത് പിന്നെ വരുന്നതാണ് വാസ്യയോഗം. ആ വാസ്യയോഗത്തിലാണ് സിദ്ധനാകുന്നത്. അങ്ങനെ അവിടെയാണ് ജനനമരണ പിണി അറുക്കാൻ കാര്യഗുരു നിർദ്ദേശിക്കും. അപ്പം രണ്ടാമത്തെ കൂടി വരുമ്പോൾ അവൻ കുറച്ചുകൂടി അവൻ ലോകത്തിൽ വലിയനാവും. അങ്ങനെ അവനും ചെന്ന് വേദങ്ങൾ എഴുതി, അവരും ചെന്നിരുന്ന് വേദങ്ങൾ എഴുതി അവർക്ക് ഒരു സമാധി കിട്ടി, അവർ പോയി. അപ്പം മോക്ഷം എങ്ങനെയാണ്? മോക്ഷം ഇവിടെ എന്താണ് മോക്ഷം? സ്വാമിജി, അങ്ങിപ്പം ജ്ഞാനയോഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഒരു സാധന പ്രാക്ടീസ് ചെയ്യുന്നൊരു സാധകന് ജ്ഞാനയോഗം കിട്ടാൻ എന്താണ് മാർഗം? അതുകൊണ്ട് നേരത്തെ ഞാൻ ഗുരുവിനെ കുറിച്ചൊരു വിഷയം പറഞ്ഞു. ഈ ജ്ഞാനയോഗം കിട്ടണമെങ്കിൽ ശരിക്കും നേരത്തെ ആ ഒരു സദ്ഗുരു തന്നെ വേണം. തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? അപ്പം ആ വിഷയങ്ങളിൽ നിൽക്കുന്ന ഒരു സദ്ഗുരു തന്നെ വേണം. ആ സദ്ഗുരുവാണ് ജ്ഞാനയോഗം പൂർത്തീകരിക്കുന്ന വിഷയത്തിലേക്ക് കടക്കാൻ. ആ വാസ്യയോഗം പൂർത്തിയാക്കണം. നേരത്തെ പറഞ്ഞ പോലെ ആ ജ്ഞാനയോഗം പൂർത്തിയാക്കണമെങ്കിൽ ഒരു സദ്ഗുരു. അതുകൊണ്ടാണ് നേരത്തെ ഒരു ശ്ലോകം പാടിയത്. അങ്ങനെ ഒരു സദ്ഗുരുവാണ് കാര്യഗുരു. കാരണത്തെ കാണിച്ചു കൊടുക്കുന്നതാണ് കാര്യഗുരു. നീ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം ഗുരു. അപ്പം ഇത് സന്മാർഗ ചിന്താർമണി. നമ്മളിലിരിക്കുന്ന സന്മാർഗങ്ങളെ തരംതിരിച്ച് അരച്ച് കുടിച്ച് കലക്ക് ഗുളിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യഗുരു. അഗസ്ത്യനും 18 പേരും വന്ന ഗുരുവല്ല. മറ്റുള്ള ഇങ്ങോട്ട് വന്ന ഗുരുക്കന്മാരെല്ലാം അതിനകത്ത് ജാതി മതവും കൂടി കലർത്തി, ജാതി മതവും കൂടി കലർത്തി വന്നു. അവിടെ എങ്ങനെ നമുക്ക് ഇവിടെ കാര്യഗുരുവെന്നും കാരണഗുരുവെന്നും നമുക്ക് ഇവിടെ പറയണമെങ്കിൽ പറ്റില്ല. അവിടെ ജാതി മതവും കൂടി കലർത്തി കളഞ്ഞു. അഗസ്ത്യരും 18 പേരും ജാതിയും മതത്തിനെയും ജയിക്കാൻ പറയുന്നു. മനസ്സിൽ നിന്ന് 2 അക്ഷരങ്ങളെയും കളയാൻ പറയുന്നു. ഇവിടെ ഓരോ ക്ഷേത്രത്തിനും കോവിലിൻ്റെയും പുറകിൽ ജാതിയും മതവും വെച്ചിരിക്കുന്നു, ബോർഡ് വെച്ചിരിക്കുന്നു. അവിടെ ആർക്കും കയറാൻ പറ്റുന്നില്ല. നീ ആ ജാതി അങ്ങ് മാറുന്നില്ലേ, നീ ഈ ജാതി മതം അങ്ങ് മാറുന്നില്ലേ എന്ന് പറയുമ്പോൾ എത്രയോ മോക്ഷം കിട്ടും. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, കിട്ടുമോ ജ്ഞാനയോഗം? ജ്ഞാനയോഗം ആർക്കും കിട്ടൂല. കിടക്കുമോ ഗുരുവിൻ പാദം? ആ കാര്യഗുരുവാകുന്ന കാരണത്തെ കാണിച്ചു കൊടുക്കുന്ന ലോകത്തെക്കുറിച്ച് അറിഞ്ഞ വേദങ്ങളെ 4 വേദം 6 ശാസ്ത്രവും 18 പുരാണങ്ങളെയും ഋഷിമാരുടെ തത്വനൂലുകളെ അറിഞ്ഞ ഒരു കിട്ടുമോ ജ്ഞാനയോഗം, കിടക്കുമോ ഗുരുവിൻ പാദം, അങ്ങനെ അറിഞ്ഞ അഗസ്ത്യനെയും 18 പോലെ സിദ്ധറുകളെയും പോലെ വന്ന് വൈകുണ്ഠസ്വാമികളെ അവസാനം വന്ന വള്ളലാർ തിരുവടികൾ ഇങ്ങനെ കിടക്കുന്നവരെ പോലെ ജാതി മതത്തെ മാറ്റിക്കൊണ്ട് വന്നവരെ പോലെ ഒരു ഗുരുവിനെ ലോകത്ത് നമുക്ക് കിട്ടുമോ? അതാണ് അവിടെ ചോദിച്ചത്. കിട്ടുമോ ജ്ഞാനയോഗം, കിടക്കുമോ കിട്ടുമോ ജ്ഞാനയോഗം, കിടക്കുമോ ഗുരുവിൻ പാദം, തട്ടുമോ പളങ്കിമേട്. തട്ടുമോ എന്ന് പറഞ്ഞാൽ പളങ്കിമേട് കാണിച്ചു കൊടുക്കുന്ന പളങ്കിമേട് സ്വർഗരാജ്യം. ആ സ്വർഗം ഇരിക്കുന്നിടം നീ ഇന്ന് കഷ്ടത്തിൽ നരകത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ സ്വർഗം കാണിച്ചു കൊടുക്കുന്ന ആ പളങ്കിമേട് കാണിച്ചു തരണം. ആ പളങ്കിമേട് കാണിച്ചു തന്നില്ലെങ്കിൽ, ആ ബ്രഹ്മയന്ത്രം തുറക്കുന്ന വിദ്യയെല്ലാം കാണിച്ചു തന്നില്ലെങ്കിൽ ഇഹലോകത്ത് നീ മരിക്കേണ്ടി വരും. ഇഹലോകത്ത് നീ സമാധി അടയേണ്ടി വരും. സമാധിക്കും അപ്പുറം വിദ്യയിരിക്കുന്നു. ആ സമാധി യോഗം നമുക്ക് എങ്ങനെയാണെന്നും ഈശ്വരനും നമ്മളും തമ്മിൽ സമാധിയാകാനുള്ളത് സമമാകുന്ന അവസ്ഥ
ആ രണ്ട് അദ്വൈതം എടയും പിങ്ങലയും, സൂര്യനും ചന്ദ്രനും, അച്ഛനും അമ്മയുമാണ് രണ്ട് അദ്വൈതം. ആ അദ്വൈതം എന്ന ഗ്രന്ഥത്തെ പാരായണം ചെയ്ത് അരച്ചു കലക്കി കുടിച്ച് നമുക്ക് കിട്ടുമോ ജ്ഞാനയോഗം, കിടക്കുമോ ഗുരുവിൻ പാദം, തട്ടുമോ പളങ്കിമേട്. അതുകൊണ്ട് ആ പളങ്കിമേടിനെ തട്ടുമോ പളങ്കിമേട് എന്ന് പറഞ്ഞാൽ തട്ടി തുറക്കാൻ, യോഗാഭ്യാസത്താൽ ബ്രഹ്മയന്ത്രം തട്ടിത്തുറന്ന് നമ്മളിൽ ഇരിക്കാൻ വേണ്ടി സ്ഥിരം ഒരു വീടുണ്ടാക്കി ആ വീട്ടിൽ താമസമാക്കാൻ വേണ്ടി ആ ജ്ഞാനയോഗത്തെക്കുറിച്ച് നമുക്ക് ഗുരു വർണ്ണിക്കുന്നു. ആര്? രവീന്ദ്രസ്വാമിക്ക് വേണ്ടി ചിന്നക്കണ്ണ് സിത്തറുകൾ പറഞ്ഞു, എടാ കിട്ടുമോ ജ്ഞാനയോഗം, കിടക്കുമോ ഗുരുവിൻ പാദം, തട്ടുമോ പളങ്കിമേട്, തന്നെ അറിയാർക്ക് നെഞ്ചേ ഉണ്ട്. ആ തന്നെ അറിയാർക്ക് ഈ നെഞ്ച് മരിച്ചതിന് ശേഷം, ഉയിര് പോയതിനു ശേഷം കട്ടയ്ക്ക് കൊണ്ട് വച്ച് കളയാതെ അതിനു മുമ്പേ ഈ ബോധമനസ്സിനെ ബോധത്തിൽ നിന്ന് ഉണർന്ന് ഉപബോധ മനസ്സിരിക്കുന്ന ഭാഗങ്ങളുമായിട്ട് അവിടെ സംയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സൃഷ്ടിയായി മാറുന്ന ഒരു അഭ്യാസമുറ, അങ്ങനെ കാര്യഗുരു കാണിച്ചു കൊടുത്താലേ കാരണഗുരുവാകുന്ന ബ്രഹ്മയന്ത്രം തുറന്ന് അങ്ങ് പോകാൻ പറ്റുള്ളൂ എന്ന് ഇവിടെ എന്നോട് ഞാൻ ഇത്രയും വിശദീകരിച്ചുകൊണ്ട് എൻ്റെ ഗുരുനാഥനെ കൂടി അവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചിന്നക്കണ്ണ് സിദ്ധറുകളാണ് മഹാ തമ്പുരാൻ എനിക്ക് ഇത്രയും വിശദീകരിച്ചു തന്നിരിക്കുന്നു. 13 കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടി ഗുരുഭക്തി, ഗുരുസേവ, ഗുരു അനുസരണ മൂന്നും ചെയ്ത് കൂടെ കഴിഞ്ഞു. അവിടെ നിന്ന് സ്വയം സ്വാമി ആരാണെന്നറിയുന്നതും ഞാൻ ആരാണെന്നറിയുന്ന വിദ്യയും, അടുത്ത് സിദ്ധികൾ കാണിച്ച് സിദ്ധി ഉണ്ടാക്കാനുള്ള വിദ്യകളും അവിടെ പ്രാണാഭ്യാസത്തിലാണ്, അല്ലാതെ മന്ത്രതന്ത്രമല്ല. ഇവിടെ ധ്യാനം ചെയ്യുന്നവർ മന്ത്രവാദം ചെയ്യുന്നു, അന്ധവിശ്വാസവും അനാചാരങ്ങളിൽ കൂടി കഴിയുന്നു. അവരൊക്കെ എങ്ങനെയാണ് മോശമായിട്ട്, ഞാൻ ഇത്രയും പറഞ്ഞു വരുന്ന ഞാൻ എങ്ങനെ മോശമായിട്ട് അംഗീകരിക്കും? എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അന്ധവിശ്വാസവും അനാചാരവും മോക്ഷത്തിൻ്റെ മാർഗങ്ങളല്ല. അവർ പൂർത്തിയാകുന്നതും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് ഇനിയൊരു കടമ വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് കടക്കാം. ഇന്ന് മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമുക്ക് വിശദീകരിക്കാം. സ്വാമിജി ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച, അല്ലെങ്കിൽ ആ സത്സംഗം പ്രാണവിദ്യ എന്ന് പറയുന്ന ആ ഗഹനമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ 30 വർഷത്തിലേറെ ആയിട്ടുള്ള സാധനാ ജീവിതത്തിൻ്റെ തിരിച്ചറിവുകളാണ് നമ്മളോട് അദ്ദേഹം പങ്കുവച്ചത്. ഒരു സാധകൻ എങ്ങനെയെല്ലാം അവൻ്റെ യാത്രയിൽ, എന്തെല്ലാം അവൻ്റെ ആ യാത്രയിൽ ശ്രദ്ധിക്കണം, ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ, അവൻ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന പല കാര്യങ്ങളും അദ്ദേഹം സൂചിപ്പിച്ചു. എത്രത്തോളം ഗഹനമാണ് ആ വിദ്യ എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും ഗഹനമേറിയ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളിത് 2 ഭാഗമായിട്ടാണ് സംപ്രേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2ാമത്തെ ഭാഗം ഉടൻ തന്നെ ഉണ്ടാവും. മാത്രമല്ല, നമ്മൾ ഇതിനു മുന്നേ രവീന്ദ്രസ്വാമികളുമായിട്ട് 2-3 സത്സംഗങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതും അത്രയേറെ ഗഹനമുള്ള വിഷയം തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്, നമ്മളോട് പങ്കുവച്ചത്. അതുപോലെ ഇപ്പോഴത്തെ ഈ പ്രാണവിദ്യ എന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് 2ാം ഭാഗം ഉടനെ ഉണ്ടാവും. എല്ലാവരും ആ ഒരു 2ാം ഭാഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഹരി ഓം.